सबकी जगाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे। चरित्र का होगा उत्थान, मानव होगा देव समान, विश्व लेगा तुझे पहचान, जग में होगी तेरी शान। ज्ञान सागर की मीठी बूंदें, ज्ञान सागर की मीठी बूंदें, विश्व पर बरसाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे। अंधकार भरे जग में, अंधकार भरे जग में, ज्योति सबकी जगाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे। तेरी बहती अमृत धार करेगी सब पे वो उपकार, सुख भरा होगा संसार, सब में होगा अद्भुत प्यार। तेरा ज्ञान गूंजेगा जब, तेरा ज्ञान गूंजेगा जब, गुण तेरे सब गाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे। अंधकार भरे जग में, अंधकार भरे जग में, ज्योति सबकी जगाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे तेरी वाणी शिव बाबा, हम जन जन को सुनाएंगे। ओम शांति। शिव बाबा याद है? ഇന്നത്തെ മുരളി 2006 ഫസ്റ്റ് സീസൺ മുരളിയാണ്. എപ്പോഴും ഫസ്റ്റ് സീസൺ മുരളി ബാബ ആർക്കാണ് കൊടുക്കാറ്? ഫസ്റ്റ് ചാൻസ് വിദേശികൾക്ക്. അപ്പോൾ വിദേശികൾക്ക് വേണ്ടി പ്രത്യേകിച്ചുള്ള ഒരു മുരളിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ മുരളിയിൽ ബാബ പ്രധാനമായിട്ടും സ്നേഹത്തിൻ്റെ സാഗരനായിട്ടാണ് വന്നിരിക്കുന്നത്. ആരോടും മിലനം ചെയ്യാനാണ് വന്നത്? തൻ്റെ സ്നേഹി കുട്ടികളോട്. അപ്പോൾ എല്ലാവരും ആ സ്നേഹത്തിൽ കൂടിയാണ് ബാബയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ, സ്നേഹത്തിൻ്റെ കൂടെ എന്തെല്ലാം ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ബാബ ഇന്ന് വിശദീകരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓം ശാന്തി. 10/8/2025 അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/10/2006.
सदा स्नेही के साथ अखंड महादानी बनो तो विघ्न विनाशक समाधान स्वरूप बन जाएंगे. സദാ സ്നേഹി ആയതിൻ്റെ കൂടെ, അതായത് ബാബയോടുള്ള സ്നേഹത്തിൻ്റെ കൂടെ അഖണ്ഡ മഹാദാനിയും കൂടിയാകുക. അപ്പോൾ നമുക്കുള്ള പ്രാപ്തി എന്തല്ല ബാബ പറഞ്ഞേ? വിഘ്ന വിനാശകരുമാകും, സമാധാന സ്വരൂപരുമാകും. आज प्रेम के सागर अपने परमात्मा प्रेम के पात्र बच्चों से मिलने आए हैं. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരൻ തൻ്റെ പരമാത്മാ സ്നേഹത്തിന് യോഗ്യരായ കുട്ടികളുമായിട്ട് മിലനം ചെയ്യാനാണ് വന്നത്. ഇപ്പം പരമാത്മാവിൻ്റെ സ്നേഹത്തിന് യോഗ്യരാകുക എന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല അല്ലേ? അപ്പോൾ ബാബ ഇന്ന് അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് മിലനം ചെയ്യാനാണ് വന്നത്. ആപ്പ് സബ് ഭി സ്നേഹിക്കെ അലൗകിക വിമാൻ സെ യഹാം പഹുഞ്ച് ഗയേ ഹോന. താങ്കളെല്ലാവരും സ്നേഹത്തിൻ്റെ അലൗകികമായ വിമാനത്തിൽ കൂടിയല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത്? പറഞ്ഞല്ലോ, ബാബ വിദേശികൾക്കുള്ള പ്രത്യേക മുരളിയാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ വിമാനത്തിൽ കൂടിയാണ് എല്ലാവരും ബാബയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. സാധാരണ प्लेन में आए हो व स्नेह के प्लेन में उड़कर पहुँच गए हो. ബാബ ചോദിക്കുന്ന, സാധാരണ പ്ലെയിനിൽ കൂടിയാണോ വന്നത്, അതല്ല സ്നേഹത്തിൻ്റെ പ്ലെയിനിൽ പറന്നിട്ടാണോ എത്തിയിരിക്കുന്നത് ചോദിക്കുക. സബി കെ ദിൽ മേ സ്നേഹ കി ലഹരേ ലഹരാ രഹി ഹെ. എല്ലാവരുടെ ഹൃദയത്തിലും മനസ്സിലും സ്നേഹത്തിൻ്റെ അലകളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ് എല്ലാവരും. और स्नेह ही इस ब्राह्मण जीवन का ഫൗണ്ടേഷൻ है. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ബാബയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം കാരണമാണ് ബാബയുടെ അടുത്ത് എല്ലാവരും എത്തിച്ചേരുന്നത്. तो आप सभी भी जब आए तो स्नेह ने खींचा ना. അപ്പോൾ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ബാബയുടെ സ്നേഹമല്ലേ നിങ്ങളെ ആകർഷിച്ചത്. ഞാൻ तो पीछे सुना लेकिन स्नेह ने परमात्मा स्नेही बना दिया. ഇവിടെ വന്നതിന് ശേഷം ആണ് നിങ്ങൾ ജ്ഞാനം കേട്ടത്. പക്ഷെ ഇവിടെ എത്താൻ കാരണം എന്താണ്? ബാബയോടുള്ള സ്നേഹം. കബി സ്വപ്നമേ ഭി നഹി ഹോഗാ കി ഹം പരമാത്മാ സ്നേഹിക്കെ പാത്ര ബനേംഗെ. ഒരിക്കലും നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ഒരു സങ്കല്പം പോലും വന്നില്ല നമ്മളെല്ലാം പരമാത്മാ സ്നേഹത്തിന് യോഗ്യരാകും എന്നുള്ള ഒരു കാര്യം നമുക്ക് സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ അബ് ക്യാ കഹത്തെ ഹോ. എന്നാൽ ഇപ്പം നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ബൻ ഗയേ. പരമാത്മാ സ്നേഹത്തിന് നമ്മൾ പാത്രരായി. സ്നേഹ ഭി സാധാരണ സ്നേഹ നഹിം. അതും ഈ സ്നേഹം സാധാരണ സ്നേഹമല്ല. ലൗകികത്തിൽ നമ്മൾക്ക് പലരോടും പലതരത്തിലുള്ള സ്നേഹം ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം അനുസരിച്ചിട്ടായിരിക്കാം. പക്ഷേ ഈ സ്നേഹം എങ്ങനെയാണ്? ദിൽ കാ സ്നേഹം, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അത്രയും അട്ടൂട്ട് സ്നേഹം മാത്രമല്ല, ആത്മീക സ്നേഹ, സച്ചാ സ്നേഹ ഹെ, നിസ്വാർത്ഥ സ്നേഹ ഹെ. അപ്പം എങ്ങനെയൊക്കെയുള്ള സ്നേഹമാണ്? ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്, ആത്മീക സ്നേഹമാണ്. ആത്മാക്കൾ തമ്മിലുള്ള സ്നേഹം അല്ലേ? ആത്മീയമായ സ്നേഹം, സത്യമായ സ്നേഹമാണ്. അതും നിസ്വാർത്ഥമായ സ്നേഹം. ഈ പരമാത്മാ സ്നേഹം ബഹുത് സഹജ യാദ് കാ അനുഭവ കരാത്ത ഹെ. അതുകൊണ്ട് ഈ പരമാത്മാ സ്നേഹം നമുക്ക് വളരെ എളുപ്പമായിട്ട് പല അനുഭവങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. സ്നേഹിക്കോ യാദ് കർണ മുഷ്കിൽ നഹി അല്ലേ? ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ഓർമ്മിക്കാൻ വലിയ പ്രയാസമുണ്ടോ? ഭൂൾന മുഷ്കിൽ ഹോത്താ ഹെ. അവരെ മറക്കാനാണ് നമുക്ക് വിഷമം പ്രയാസമായിട്ട് തോന്നുക. സ്നേഹ ഏക്ക് അലൗകിക് ചുംബക് ഹേ. ഈ സ്നേഹം നമുക്ക് ഒരു അലൗകികമായ കാന്താണ്, മാഗ്നറ്റാണ് അല്ലേ? നമ്മളെ ആ സ്നേഹമാണ് ബാബയുടെ അടുത്തേക്ക് ആകർഷിച്ചത്. സ്നേഹ സഹജ യോഗി ബനാത്താ ഹെ, മെഹനത് സെ ചുടാ ദേത്തെ ഹെ. ഈ പരമാത്മാ സ്നേഹം നമ്മളെ എളുപ്പം
സഹജയോഗിയാക്കി മാറ്റുകയാണ്. അതും നമ്മുടെ എല്ലാ പ്രയാസത്തിൽ നിന്നും നമ്മളെ മുക്തമാക്കുകയാണ്. സ്നേഹ സെ യാദ് കർനെ മേ മെഹനത്ത് നഹീ ലഗത്തി. സ്നേഹത്തിൽ കൂടി നമ്മൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ അതൊരു പ്രയത്നമായിട്ട് തോന്നുകയില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. മൊഹബത്ത് കാ പൽ കാത്തേ ഹേ. ആ സ്നേഹത്തിൻ്റെ ഫലം കൂടി നമ്മൾ അനുഭവിക്കും. स्नेह की निशानी विशेष चारों मोर के बच्चों तो है ही, लेकिन डबल विदेशी स्नेह में दौड़ दौड़ कर पहुँच गए हैं. ആ സ്നേഹത്തിൻ്റെ അടയാളം എല്ലാവർക്കും 4 ഭാഗത്തുള്ള കുട്ടികളിലും ബാബ കാണുന്നുണ്ട്. എന്നാലും കൂടി ഡബിൾ വിദേശികൾ എങ്ങനെയാണ് വന്ന് ബാബയുടെ അടുത്ത് ഓടി ഓടി, ആ സ്നേഹം കാരണം ഓടി ഓടി വന്നു. കാരണം എന്താ ബാബ പറയാൻ കാരണം, ദേഖോ 90 ദേശോം സെ കൈസെ ഭാഗക്കർ പഹുഞ്ചുകയെ. ആ വിദേശ മുലാഖാത്ത്, ആ കൂടിച്ചേരലിനെ 90 ദേശങ്ങളിൽ നിന്നാണ് വിദേശികൾ എത്തിയിരിക്കുന്നത്. അത്രയും സ്നേഹത്തിൽ അവർ ഓടി വന്നിരിക്കുകയാണ് ബാബയുടെ അടുത്ത്. ദേശ് കെ ബच्चे तो है ही प्रभु प्रेम के पात्र, लेकिन आज विशेष डबल विदेशियों को गोल्डन चांस है. ബാബ പറയുന്ന എല്ലാ കുട്ടികളും, ദേശത്തിലുള്ള എല്ലാ കുട്ടികളും ബാബയുടെ പരമാത്മാ സ്നേഹത്തിന് യോഗ്യരാണ്. എന്നാലും ഇന്നത്തെ ദിവസം ഡബിൾ വിദേശികൾക്കാണ് ഈ ഗോൾഡൻ ചാൻസ് ലഭിച്ചിരിക്കുന്നത്. ബാബയായിട്ടുള്ള ഫസ്റ്റ് മിലനത്തിൻ്റെ ചാൻസ് ആ സീസണിൽ. ആപ്പ് സബ്കാ ഭി വിശേഷ പ്യാർ ഹേന. അപ്പോൾ ബാബ എല്ലാവരോടും ചോദിക്കുക, നിങ്ങൾക്കും ബാബയോട് വിശേഷമായിട്ട് സ്നേഹമില്ലേ? സ്നേഹ ഹേന കിത്തന സ്നേഹ. അപ്പോൾ ബാബ വീണ്ടും ചോദിക്കുക, എത്ര സ്നേഹമുണ്ട്? സ്നേഹമുണ്ടല്ലോ എല്ലാവർക്കും. എത്രത്തോളം സ്നേഹമുണ്ട്? കിസി സെ തുലന കർ സക്തേ ഹോ. ആ സ്നേഹം എന്തിനോടെങ്കിലും നിങ്ങൾക്ക് താരതമ്യം പെടുത്താൻ കഴിയോ? പരമാത്മാ സ്നേഹം കോയി തുലന നഹീ ഹോ സക്ത്. ഒന്നിനോട് നിങ്ങൾക്ക് ഈ സ്നേഹം താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ആപ്പ് സബ്ക ഏക ഗീത് ഹേന. അതുകൊണ്ട് താങ്കൾക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ന ആസ്മാൻ മേ ഇത്തനെ താരേ ഹേ ന സാഗർ സേ ഇത്തനാ ജൽ ഹേ, ബേഹദ് കാ പ്യാർ ബേഹദ് കാ സ്നേഹ ഹേ. അതായത് ആകാശത്തിൽ എത്രയധികം നക്ഷത്രങ്ങളുണ്ട്, സാഗരത്തിൽ എത്രയധികം ജലമുണ്ട്, എന്നാലും കൂടി ബാബയോടും പരമാത്മാ സ്നേഹമാണ് നമുക്ക്. അപ്പോൾ ആകാശത്തിലുള്ള താരങ്ങളെ നമുക്ക് എണ്ണാൻ കഴിയില്ല, അത്രയധികം നക്ഷത്രങ്ങളാണ്. അതുപോലെ സമുദ്രത്തിലെ ജലത്തിന് കണക്കുണ്ടോ? അത്രയും നമുക്ക് അപാര സ്നേഹമുണ്ട് പരമാത്മാവിനോട്. അതുകൊണ്ടാണ് പരിധിയില്ലാത്ത സ്നേഹം എന്ന് ബാബ പറയുന്നു. ബാപ് ദാദാ ബി സ്നേഹി ബച്ചോം സെ മിൽനെ പഹുഞ്ച് ഗയേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത്രയും സ്നേഹം കാണിച്ചെത്തിയല്ലോ. അതുകൊണ്ട് ബാപ് ദാദയും കൂടി ആ സ്നേഹ കാരണം കുട്ടികളുമായിട്ട് മിലനം ചെയ്യാൻ വന്നു. ആപ്പ് സബ് ബച്ചോം നെ സ്നേഹ സെ യാദ് കിയാ और बाप दादा आपके प्यार में पहुँच गए. നിങ്ങളെല്ലാവരും കുട്ടികളും ബാബയോട് സ്നേഹത്തോടെ ഓർമ്മിച്ചല്ലോ. അതുകൊണ്ട് ബാപ് ദാദയും നിങ്ങളുടെ സ്നേഹം കാരണം ഇവിടെ എത്തിച്ചേർന്നു. ജൈസെ ഈ സമയ ഹരേക കെ ചെഹരെ പർ സ്നേഹ കി രേഖ ചമക് രഹി ഹേ. അപ്പോൾ ബാബ എല്ലാവരെയും കാണുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരുടെ മുഖത്തിലും സ്നേഹത്തിൻ്റെ തിളക്കം, സ്നേഹത്തിൻ്റെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ഐസേ ഹി ആപ്പ് എഡിഷൻ ക്യാ കർണ ഹെ. ഇനി ബാബ ചോദിക്കുകയാണ്, അതിൻ്റെ കൂടെ എല്ലാവരും സ്നേഹിയാണെന്ന് ബാബ കണ്ടു, ഇനി അതിൻ്റെ കൂടെ എന്ത് നിങ്ങൾ ആഡ് ചെയ്യണം, എന്ത് എഡിഷൻ ചെയ്യണം? സ്നേഹത്തോ ഹേ തോ പക്ക ഹേ. എല്ലാവർക്കും സ്നേഹമുണ്ട്, അത് ഉറപ്പന്നെ. ബാപ് ദാദാ ബി സർട്ടിഫിക്കറ്റ് ദേത്തെ ഹേ കി സ്നേഹ ഹേ. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് ബാബ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകി. അബി ക്യാ കർണ. ഇനി എന്ത് ചെയ്യണം? സമജത്തോ ഗയേ ഹോ. മനസ്സിലായിട്ടുണ്ടോ? അബി സിർഫ് അണ്ടർലൈൻ കർണ ഹേ. ഇനി അതിൻ്റെ കൂടെ സ്നേഹിയാണ് എല്ലാവരും, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്യണം. സദാ സ്നേഹി രഹന. സദാ സ്നേഹിയാകുക. ആ സദാ എന്ന ഒരു കാര്യം കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതായത് അത് അണ്ടർലൈൻ ചെയ്യണം. സംടൈംസ് സ്നേഹിം അല്ലേ,
വിദേശികളല്ലേ, അവരോട് പറയണം നിങ്ങളുടെ സ്നേഹം സംടൈംസ് പാടില്ല, ഇടക്കിടക്കല്ല പാടില്ല, സദാ സ്നേഹിയാകണം. സ്നേഹ ഹേ അഡോട്ട് ലേക്കിൻ പെർസെൻറ്റേജ് മേ അന്തർ പടി ജാത്ത ഹെ. സ്നേഹമുണ്ട്, അഡോട്ട് സ്നേഹം അല്ലേ, പൊട്ടാത്ത സ്നേഹം തന്നെയാണ്. പക്ഷേ പെർസെൻറ്റേജ് കാര്യത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. 100% 100% അല്ല. तो अंतर मिटाने के लिए क्या करना, क्या मंत्र है? ആ വ്യത്യാസം ഉണ്ടല്ലോ. ബാബ പറഞ്ഞല്ലേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പെർസെൻറ്റേജ് കാണുന്ന ആ വ്യത്യാസം നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ഇല്ലാതാക്കണം. അതിന് ഏത് മന്ത്രമാണ് നിങ്ങൾക്ക് ധാരണ ചെയ്യേണ്ടത്? ഹർ സമയ മഹാദാനി അഖണ്ഡധാനീപനം. ആ ഒരു മന്ത്രം, അതായത് എല്ലാ സമയവും മഹാദാനിയാകുക, അതും അഖണ്ഡധാനിയാകുക. സദാ ദാദാക്കെ ബച്ചെ വിശ്വസേവാദാരി സമാൻ. അതും ദാതാവിൻ്റെ കുട്ടികൾ വിശ്വമഹാദാനി വിശ്വസേവാധാരിയെ പോലെ ആകണം. എല്ലാ സമയവും മഹാദാനി അഖണ്ഡധാനിയാകുക, ദാതാവിൻ്റെ കുട്ടികൾ വിശ്വസേവാധാരി സമാനം ആകുക. ഇതാണ് ബാബ നൽകിയ മഹാമന്ത്രം. അതിന് വേണ്ടിയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പെർസെൻറ്റേജ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മഹാമന്ത്രം. कोई भी समय मास्टर दादा बनने के लिए बिना नहीं रहे, क्योंकि विश्व कल्याण के कार्य में बाप के साथ साथ अपने भी मददगार बनने का संकल्प किया ना. അപ്പോൾ ബാബ പറയണം, ഒരു സമയം പോലും നിങ്ങൾ മാസ്റ്റർ ദാതാവായിട്ട് ഇരിക്കുക തന്നെ വേണം. എല്ലാ സമയം ഞാൻ മാസ്റ്റർ ദാതാവാണ്. കാരണം എന്തുകൊണ്ടാണ്? വിശ്വകല്യാണത്തിൻ്റെ കാര്യത്തിൽ ബാപ്ദാദയുടെ സഹയോഗികളാണ് നിങ്ങൾ. ആ ഒരു സങ്കല്പം എടുത്തില്ലേ? ബാബക്ക് ഒറ്റയ്ക്ക് ഈ വിശ്വകല്യാണ കാര്യം നടത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സഹയോഗികളാണ് നിങ്ങൾ. അപ്പോൾ എപ്പോഴും നിങ്ങളും കൂടി സദാസമയവും മാസ്റ്റർ ദാതാവായിട്ടിരിക്കണം. ചാഹേ മനസ്സ്, അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ സഹയോഗം നൽകുക? ചാഹേ മനസ്വാദ്വാര ശക്തിയോം കാ ദാൻ. മനസ്സിൽ കൂടി ശക്തികളുടെ ദാനം, വ സഹയോഗ ദോ. വാചാദ്വാര ജ്ഞാന കാ ദാന ദോ, സഹയോഗ ദോ. വചനത്തിൽ കൂടി ജ്ഞാനത്തിൻ്റെ ദാനം നൽകുക, സഹയോഗം നൽകുക. കർമ്മദ്വാര ഗുണോം കാ ദാന ദോ, और സ്നേഹ സമ്പർക്ക് ദ്വാര ഖുഷി കാ ദാന ദോ. കർമ്മത്തിൽ കൂടി ഗുണങ്ങളുടെ ദാനം നൽകുക, സ്നേഹസമ്പർക്കത്തിലൂടെ സന്തോഷത്തിൻ്റെ ദാനം നൽകുക. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മഹാദാനി ആകാൻ പറഞ്ഞ ബാബ? മനസ്സിൽ കൂടി ശക്തികളുടെ ദാനം നൽകുക, വാക്കിൽ കൂടി ജ്ഞാനദാനം നൽകുക, കർമ്മത്തിൽ കൂടി ഗുണങ്ങളുടെ ദാനം നൽകുക, സ്നേഹസമ്പർക്കത്തിൽ കൂടി സന്തോഷത്തിൻ്റെ ദാനവും നൽകുക. ആ തരത്തിൽ മഹാദാനി അഖണ്ഡധാനിയാകുക എന്ന് പറഞ്ഞില്ലേ? കിത്തനെ അഖണ്ഡ ഖജാനോം കെ മാലിക്, റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾ ഈ അഖണ്ഡ ഖജാനകളുടെ മാലിക്കല്ലേ. അതുകൊണ്ട് ബാബ പറഞ്ഞ ആരാണ് നിങ്ങൾ? റിച്ചസ്റ്റ് ഇൻ ദ വേൾഡാണ്. എത്ര ശക്തികളും ഗുണങ്ങളും എല്ലാം നമുക്കുള്ളൊരു സമ്പത്താണ്. അഖുട്ട് ഔർ അഖണ്ഡ ഖജാന, അത് നിറഞ്ഞിരിക്കുന്ന ഒരു സമ്പത്താണ് അല്ലേ, ഒരിക്കലും നശിക്കാത്തതുമാണ്. ജിത്തനെ ദേങ്കെ ഉത്തന ബഡ്ത്തെ ജാതെ. ആ ഒരു നിധിയുടെ പ്രത്യേകത എന്താണ്? നൽകിക്കൊടുക്കും തോറും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കം നഹി ഹോങ്കെ, ഒരിക്കലും അത് കുറഞ്ഞു പോകുകയില്ല. ബഡേങ്കെ ക്യോംകി വർത്തമാന സമയ ഇൻ ഖജാനോം കെ മെജോറിറ്റി आप सबके ആത്മിക ഭായി അവർ ബഹനെ പ്യാസി ഹേ. ഇതെന്തുകൊണ്ടാണ് നിങ്ങളിത് കൊടുക്കുമ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബ പറയണത്, ഈ സമയം, ഈ വർത്തമാന സമയം, ഈ നിധികളിൽ ഇന്നത്തെ മെജോറിറ്റി ആത്മാക്കൾ, നിങ്ങളുടെ സഹോദര സഹോദരിമാരെല്ലാം ഈ നിധിക്ക് വേണ്ടി ദാഹിക്കുന്നവരാണ്. ശക്തികൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി എല്ലാം ദാഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളിത് കൊടുക്കും തോറും നിങ്ങൾ ഈ ധനം വർദ്ധിച്ചും പോവും. तो क्या अपने भाई बहनों के ऊपर तरस नहीं पड़ता?
അപ്പം നിങ്ങൾക്ക് അവരുടെ വിളി കേൾക്കുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് അവരുടെ മേലെ നിങ്ങൾക്ക് ദയൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുക. ആപ്പ് സബ്ക്കെ ആത്മീക ഭായി അവ ബഹനെ പ്യാസി ഹെ. നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെല്ലാം ഈ ജ്ഞാനദാന ഇത് ശക്തിക്കുമെല്ലാം വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. तो क्या अपने भाई बहनों के ऊपर तरस नहीं पड़ता? क्या प्यासी आत्माओं की प्यास नहीं बुझाएंगे? നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ മേലെ ദയ തോന്നുന്നില്ലേ? അവരുടെ ദാഹം നിങ്ങൾക്ക് ശമിപ്പിക്കാൻ കഴിയില്ലേ? ബാബ ചോദിക്കും. കാനോമേ ആവാസ് നഹി ആത്ത, നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ അവരുടെ ശബ്ദം? ഹേ ഹമാരെ ദേവ ദേവിയാം ഹമേ ശക്തി ദോ, സച്ചാ പ്യാർ ദോ. നമ്മുടെ ദേവികളെ, നമ്മുടെ ഇഷ്ടദേവികളും ദേവന്മാരെ, നമുക്ക് ശക്തി നൽകൂ, സ്നേഹം നൽകൂ. ഈ വിളി നിങ്ങളുടെ ചെവിയിൽ കേൾക്കുന്നുണ്ടോ? ആപ്കെ ഭക്ത് और दुखी आत्माएं दोनों ही दया करो, कृपा करो, हे कृपा के देव और देवियां कहकर चिल्ला रहे हैं. നിങ്ങളുടെ ഭക്തന്മാർ, ദുഃഖിതരായ ആത്മാക്കൾ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയ കാണിക്കൂ, കൃപ കാണിക്കൂ, കൃപയുടെ ദേവി ദേവന്മാരെ എന്ന് വിളിച്ച് നിങ്ങളോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്നില്ലേ? സമയക്ക് പുക്കാർ സുനായി ദേത്തി ഹേന. കാരണം ഈ സമയം അങ്ങനെയുള്ള സമയമാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അവർ സമയ ബി ദേനെ കാബ് ഹേ. അപ്പോൾ കൊടുക്കാനുള്ള സമയവും ഇപ്പോൾ തന്നെയാണ്, ഈ സമയത്ത് വേണം കൊടുക്കാൻ. ഫിർ കബ് ദേങ്കെ, ഈ സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൊടുക്കാൻ കഴിയുമോ? പിന്നെ എപ്പോഴും കൊടുക്കും? ഇത്തന അഘുട്ട് അഖണ്ഡ് ഖജാനോം കെ ഖജാനം ജോ ആപ് കെ പാസ് ജമാ ഹേ വ കബ് ദേങ്കെ. നിങ്ങളുടെ അടുത്ത് ഇപ്പം നിറഞ്ഞിരിക്കുന്ന നിധികളാണ്, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? കൊടുക്കണ്ടേ? എപ്പോഴാണ് കൊടുക്കുക? ക്യാ ലാസ്റ്റ് സമയം, ഇനിയും കുറച്ച് സമയം കഴിയട്ടെ, അവസാനമാകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്തിമ സമയം ദേങ്കെ, അന്തിമ സമയമാകുമ്പോൾ കൊടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഉസ് സമയം സിർഫ് അഞ്ചലി ദേ സക്കെങ്കിൽ, ആ സമയത്ത് നിങ്ങൾക്ക് ധാരാളമൊന്നും കൊടുക്കാൻ പറ്റില്ല, ചെറിയ ഒരു അംശം, തുള്ളി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. തോ അപ്പിനെ ജമാ ഹുയെ ഖജാനേം കബ് കാര്യമേ ലഗായെങ്കിൽ, നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ നിധികൾ എപ്പോഴാണ് നിങ്ങൾ കാര്യത്തിൽ ഉപയോഗിക്കുക? കാര്യത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ദാഹിക്കുന്ന ദുഃഖിക്കുന്ന ആത്മാക്കൾക്ക് എപ്പോഴും നൽകും. ചെക്ക് കരോ ഹർ സമയ കോയി ന കോയി ഖജാന സബൽ കർ രഹേ ഹേ. അതുകൊണ്ട് നാം സ്വയം ചെക്ക് ചെയ്യണം. ഞാൻ ശേഖരിച്ചു വെച്ച നിധികൾ ഞാൻ ഏതെങ്കിലും സമയത്ത് ആർക്കാണോ ആവശ്യം ആ സമയത്ത് ഈ ഖജാനകൾ നൽകി ഞാൻ ഈ ഖജാന സഫലം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇസ്മേ ഡബിൾ ഫായദ. അങ്ങനെ നൽകിയാൽ നിങ്ങൾക്കത് ലാഭമാണ്, ഡബിൾ ലാഭം. ഖജാനെ കോ സഫൽ കർനെ സേ ആത്മാവും കാ കല്യാൺ ഭി ഹോഗ. നിങ്ങൾ ഈ നിധികൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്ത് സഫലമാക്കുമ്പോൾ ആത്മാക്കളുടെ മംഗളം നടക്കും, അല്ലേ? അവരുടെ നന്മയും നടക്കും. और साथ में आप सब भी महादानी बनने के कारण विघ्न विनाशक समस्या स्वरूप नहीं സമാധാന സ്വരൂപ് സഹജ് ബൻ ജായെങ്കിൽ. അപ്പോൾ ഡബിൾ ഫായദ പറഞ്ഞു, അല്ലേ? ഈ നിധികൾ ദാനം ചെയ്യുമ്പോൾ ഡബിൾ ഫായദയാണ്, ലാഭമാണ്. ഒന്ന്, മറ്റുള്ള ആത്മാക്കളുടെ മംഗളവും നടക്കും. പിന്നെ താങ്കൾ മഹാദാനി ആകുന്ന കാരണം സഹജമായി നിങ്ങൾ വിഘ്ന വിനാശകരാകും, കൂടാതെ സമാധാന സ്വരൂപരാകും. സമസ്യാസ്വരൂപരല്ല, സമാധാന സ്വരൂപരാകും. ഡബിൾ ഫായദ, അതാണ് ഡബിൾ ലാഭം. ആജ് യേ ആയാ കൽ യേ ആയാ, ആജ് യേ ഹോ ഗയാ കൽ വഹ് ഹോ ഗയാ. അപ്പോൾ നിങ്ങളിങ്ങനെയാ പറയാം, എന്താണ്? ഇന്നിങ്ങനെ നടന്നു, നാളെയും ഇങ്ങനെ നടക്കും, ഇനി ഇന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി, നാളെയും ഇങ്ങനെ സംഭവിച്ചു പോയി. വിഘ്ന മുക്ത് സമസ്യ മുക്ത് സദാ കെ ലിയെ ബൻ ജായെങ്കിൽ. അപ്പോൾ ബാബ പറയണ ഈ തരത്തിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. വിഘ്നമുക്തരാകണം, പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാകണം. അതും സദാ കെ ലിയെ, എല്ലാ സമയത്തേക്കും നിങ്ങൾ
വിഘ്നമുക്തരും പ്രശ്നമുക്തരുമാകണം. जो समस्या के पीछे समय देते हो, मेहनत भी करते हो, कभी उदास बन जाते, कभी उल्लास में आते, उससे बच जाएंगे. ഇനി അഥവാ നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ പുറകെ പോയിട്ട് സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, ആ പ്രശ്നം തീർക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താകും? മാറും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും, ചില സമയത്ത് നിങ്ങൾ നല്ല ഉത്സാഹത്തിലും ചിലപ്പോൾ നിങ്ങൾ ഉദാസീനരായിട്ട് മാറും. പ്രശ്നം തീർക്കാൻ നോക്കുമ്പോൾ അതിൽ തന്നെ മുഴുകിപ്പോകുമ്പോൾ തീരെ ഉദാസീനരായി മാറും. ഉസ്സെ ബച്ച് ജായെങ്കെ ക്യോംകി ബാപ് ദാദാ കോ ഭി ബച്ചോം കി മെഹനത്ത് അച്ചി നഹി ലഗത്തി. അപ്പം നിങ്ങൾ ഈ തരത്തിൽ മഹാദാനി ആകുകയാണെങ്കിൽ ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. മാത്രമല്ല ബാപ്ദാദയും കൂടി നിങ്ങളെ ഈ എല്ലാ പരിശ്രമത്തിൽ നിന്നും മുക്തരാക്കും. കാരണം ബാപ്ദാദക്ക് നിങ്ങൾ ഇങ്ങനെ പരിശ്രമിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ബാപ്ദാദക്ക് അച്ഛാ നഹി ലിഖ്താ എന്ന് പറയും, ഇഷ്ടമല്ല. ജബ് ബാപ്ദാദ ദേഖ്തേ ഹൈ ബच्चे मेहनत में है तो बच्चों की मेहनत बाप से देखी नहीं जाती. കുട്ടികൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ബാബ പറയാണ്, ബാബക്ക് കുട്ടികൾ ഇങ്ങനെ പരിശ്രമിക്കുന്നത് കാണാനേ സഹിക്കുന്നില്ല ബാബക്ക്. तो मेहनत मुक्त पुरुषार्थ करना है, लेकिन कौन सा पुरुषार्थ? അങ്ങനെ ഈ പരിശ്രമ മുക്തരാകാൻ വേണ്ടി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യണം. ഏത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? ബാബ ചോദിക്കുകയാണ്, ഏത് പുരുഷാർത്ഥം ചെയ്യണം? क्या अभी तक अपनी छोटी छोटी समस्याओं में पुरुषार्थी रहेंगे? ഇനി ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിയിട്ട് അത് തീർക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ പുരുഷാർത്ഥ കരോ. ഏത് പുരുഷാർത്ഥം ചെയ്യണം? അഖണ്ഡ മഹാദാനി, അഖണ്ഡ സഹയോഗി. അഖണ്ഡ മഹാദാനിയാകുക, അഖണ്ഡ സഹയോഗിയാകുക, ഇതാണ് ചെയ്യേണ്ട പുരുഷാർത്ഥം. ബ്രാഹ്മണോं में सहयोगी बनो और दुखी आत्माएं प्यासी आत्माओं के लिए महादानी बनो. ഇനി സഹയോഗിയും മഹാദാനിയും ആ വ്യത്യാസം കൂടി ബാബ പറയാണ്. ബ്രാഹ്മണർക്ക് നിങ്ങൾ മഹാദാനിയല്ല, ബ്രാഹ്മണർക്ക് സഹയോഗികളാണ്. അതേസമയം വിഷമിക്കുന്ന ആത്മാക്കൾക്ക്, ദുഃഖിതരായ ആത്മാക്കൾക്ക്, അവർക്കാണ് നിങ്ങൾ മഹാദാനിയാകേണ്ടത്. അപ്പോൾ ഈ പുരുഷാർത്ഥയ്ക്ക് ആവശ്യകത ഈ പുരുഷാർത്ഥത്തിൻ്റെ ആവശ്യമാണ് ഈ സമയത്ത് ഉള്ളത്. പസന്ത് ഹേന, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? പസന്ത് ഹേ, പീച്ചെ വാലെ പസന്ത് ഹേ. ബാബ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണോ എല്ലാവർക്കും? തോ അഭി കുച്ച് ചേഞ്ച് ഭി കർണാ ചാഹിയന. അപ്പോൾ നിങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുത്തണ്ടേ? വഹി സ്വപ്രതി പുരുഷാർത്ഥ ബഹൂത്ത് ടൈം കിയ. ഇനി മാറ്റങ്ങൾ വരുത്തണം. കാരണം നമ്മൾ നമുക്ക് വേണ്ടി പുരുഷാർത്ഥത്തിന് ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിച്ചു. കൈസെ പാണ്ഡവ് പസന്ത് ഹേ. അതുകൊണ്ട് പാണ്ഡവരോട് പ്രത്യേകം ചോദിക്കുകയാണ്. ബാബ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? തോ കൽസെ ക്യാ കരേങ്കെ. ഇനി നാളെ മുതൽ എന്ത് ചെയ്യും? കൽസെ ഹി ശുരു കരേങ്കെ യാ അബ്സെ. ഇനി നാളെ ആവട്ടെ, നാളെ തുടങ്ങാം, അല്ല ഇന്ന് തന്നെ തുടങ്ങോ എന്നാണ് ബാബ ചോദിക്കുക. അബ്സെ സങ്കല്പ കരോ. ഇനി ഇന്ന് മുതൽ തന്നെ നിങ്ങൾ ഈ സങ്കല്പം വെക്കുക. മേരാ സമയ മേരാ സങ്കല്പ് വിശ്വ കി സേവ പ്രതി ഹേ. എൻ്റെ എല്ലാ സമയവും എല്ലാ സങ്കല്പവും വിശ്വസേവയിലേക്ക് വേണ്ടിയാണ്. ഈ ഒരു സങ്കല്പം ചെയ്യണം. इसमें स्वाका ഓട്ടോമാറ്റിക്കലി ഹോ ഹി ജായക. അതുകൊണ്ട് ഇതുവരെ സ്വന്തം വേണ്ടിയിട്ട് ബാബ പറഞ്ഞില്ല, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വിഘ്ന പ്രൂഫ് ആവാൻ വേണ്ടി സമയം ചെലവാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സമയവും എല്ലാ സങ്കല്പവും വിശ്വസേവയിലേക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിൽ കൂടി നമ്മുടെ സ്വന്തം സേവയും കൂടി ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കും. രഹേങ്ക നഹീം ബടേങ്ക. നിങ്ങളുടെ സേവ അവിടെ നിന്ന്, സ്വന്തം സേവ നിന്ന് പോവില്ല, അതും വർദ്ധിച്ചു പോകും. ക്യോं? किसी को भी आप उसकी आशाएं पूरी करेंगे
दुख के बजाय सुख देंगे, निर्बल आत्माओं को शक्ति देंगे, गुण देंगे, तो वह कितनी दुआएं देंगे. അതായത് ബാബ അതിൽ പറഞ്ഞത് വിശ്വസേവ ചെയ്യുമ്പോൾ, വിശ്വസേവാധാരി എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സേവയും നടക്കും. അതെങ്ങനെയാണ് നടക്കുന്നത്? അതാണ് ബാബ ഇതിൽ വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ സേവയും ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ മറ്റുള്ള ആത്മാക്കളുടെ ആശകൾ പൂർണ്ണമാക്കുമ്പോൾ, അവരുടെ ദുഃഖത്തിന് പകരം സുഖം നൽകുമ്പോൾ, നിർബല ആത്മാക്കൾക്ക് ശക്തി നൽകുമ്പോൾ, അല്ലെങ്കിൽ ഗുണം നൽകുമ്പോൾ, അവരിൽ നിന്ന് നമുക്കെന്താ കിട്ടുക? ആശീർവാദങ്ങൾ അല്ലേ? ദുആ കിട്ടും, ആശീർവാദം കിട്ടും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് സ്വസേവയും നടക്കുന്നത്. അവിടെ നിന്ന് പോകുന്നില്ല സ്വസേവ, നമ്മുടെ സേവയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. और सबसे दुआएं लेना यही आगे बढ़ने का सबसे सहज साधन. സർവരിൽ നിന്നും ഇതുപോലെ ആശീർവാദങ്ങൾ എടുക്കുന്നത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സഹജമായ സാധന. चाहे भाषण नहीं करो, प्रोग्राम से ज़्यादा नहीं कर सकते हो, कोई हर्ज नहीं. ഇനി നിങ്ങൾക്ക് ഭാഷണം ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പ്രോഗ്രാമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നു വേണ്ട, എന്നാലും കുഴപ്പമില്ല. കർ സക്തേ ഹോ തോ ഔർ ഹി കരോ. സ്വയം ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യട്ടെ. ലേക്കിൻ नहीं भी कर सकते हो तो कोई हर्जा नहीं, ഖജാന हमको सबल करो. ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിധികളുണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്ത് സഫലമാക്കുക. സുനായാന മനസാസെ ശക്തിയും കാ ഖജാന ദേത്തെ ജാओ. എങ്ങനെയാണ് സഫലമാക്കേണ്ടത്? മനസ്സാശക്തിയിൽ കൂടി. ഈ മനസ്സാശക്തി നിങ്ങൾക്ക് വാക്കിൽ കൂടി ഒന്നും പറയാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കും, എന്നാലും ബാബ പറയണം മനസ്സാശക്തിയിൽ കൂടി ഈ ഖജനാകളെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. वाणी से ज्ञान का खजाना, कर्म से गुणों का खजाना और बुद्धि से समय का खजाना, संबंध संपर्क से खुशी का खजाना सबल करो. എങ്ങനെയാണ് ഇതൊക്കെ സബലം ചെയ്യേണ്ടത്? മനസ്സാശക്തിയിൽ കൂടി നിങ്ങൾ ഈ നിധികളൊക്കെ നൽകിക്കൊണ്ടിരിക്കും. വാക്കിൽ കൂടി, വചനത്തിൽ കൂടി ജ്ഞാനത്തിൻ്റെ ഖജാന നൽകുക, നിധി നൽകുക. കർമ്മത്തിൽ കൂടി ഗുണങ്ങൾ നൽകുക. ഇനി ബുദ്ധിയിൽ കൂടി സമയത്തിൻ്റെ ഖജനാവ്. ബുദ്ധിയിൽ എങ്ങനെയാണ് സമയത്തിൻ്റെ വ്യർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. സമർത്ഥ സംബന്ധ സമ്പർക്കസെ ഖുഷി കാ ഖജാന സബൽക്കർ. ഇനി സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ സന്തോഷത്തിൻ്റെ നിധിയിൽ കൂടി നിങ്ങൾ സബലം ചെയ്യും. തോ സബല കർണേസെ സഹജ സബലത മൂരത്ത് ബൻ ഹി ജായേഗി. അപ്പോൾ ഈ നിധികളൊക്കെ നിങ്ങൾ ഈ തരത്തിൽ സബലം ചെയ്യുമ്പോൾ എങ്ങനെയായി മാറും? സഹജമായിട്ട് സബലതാമൂർത്തികളാകാൻ സാധിക്കും. സഹജ ഉടുത്തേ രഹേങ്കെ ക്യോംകി ദുആയേം ഏക് ലിഫ്റ്റ് കാ കാം കർത്തി ഹെ. ഇതൊക്കെ നൽകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ദുആ, ആശീർവാദം. അത് നമുക്ക് എളുപ്പമായിട്ട് പറന്നു പോകാൻ, നമുക്കൊരു ലിഫ്റ്റിൻ്റെ, നമ്മുടെ സ്ഥിതി ഉയർന്നു പോകാൻ വേണ്ടി ഒരു ലിഫ്റ്റിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കും. സിഡിക്കനഹി, കയറി സ്റ്റെപ്പ് കയറി പോകുന്ന തരത്തിലല്ല, ലിഫ്റ്റിൻ്റെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് എത്താൻ പറ്റും. സമസ്യ ആയി മിഠായ, കബി 2 दिन ലഗായ, കബി 2 घंटा ലഗായ, യെ സീഡി ചടന. അപ്പോൾ ബാബ പറഞ്ഞ് ചവിട്ടി കയറി പോകുന്നതിൻ്റെ സ്ഥിതി ബാബ പറയാണ്. പ്രശ്നം വന്ന് അപ്പം അതിനെ നശിപ്പിച്ച് 1 മണിക്കൂർ പിടിച്ച്, അല്ലെങ്കിൽ 2 ദിവസം പിടിച്ച്, 2 മണിക്കൂർ പിടിച്ച്, ഇങ്ങനെ അതിനെ തരണം ചെയ്ത് പോകുന്നതാണ് ഏണിപ്പടി കയറി പോകുന്ന പോലത്തെ സ്ഥിതി. सबल करो, सबलरा मूर्त बनो, तो दुआओं की लिस्ट से जहाँ चाहो वहाँ സെക്കൻഡ് में पहुँच जाएंगे. ഇപ്പോൾ ബാബ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെ സബലമാക്കണം, ആ തരത്തിൽ സബലം ചെയ്യും മനസ്സാ വാചാ കർമ്മണ. അപ്പം നിങ്ങൾ സബലതാ മൂർത്തി എളുപ്പമാകുമെന്ന് പറഞ്ഞു. അത് നമുക്ക് ലിഫ്റ്റ്, ദുവാക്കളുടെ, അതായത് ആശീർവാദങ്ങളുടെ ലിഫ്റ്റായിട്ട് പ്രവർത്തിക്കും. അപ്പം നിങ്ങൾ എവിടെ എത്താൻ, സെക്കൻഡ് കൊണ്ട് എവിടെ എത്താൻ സാധിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും.
ചാഹേ സൂക്ഷ്മവദൻ മേ പഹുഞ്ചോ, ആ ലിഫ്റ്റിൽ കൂടി സൂക്ഷ്മവദനത്തിൽ വേണമെങ്കിൽ എത്തിക്കോ, സെക്കൻഡ് കൊണ്ട്. ചാഹേ പരമധാം മേ പഹുഞ്ചോ, ഇനി സെക്കൻഡ് കൊണ്ട് പരമധാമത്തിലെത്തിക്കോ. ചാഹേ അപ്പനെ രാജ്യമേ പഹുഞ്ചോ, ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം, അതായത് രാജധാനിയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിക്കോളൂ, അതും സെക്കൻഡുമേ. ഈ ആശീർവാദങ്ങളുടെ ലിഫ്റ്റ് നമുക്ക് സെക്കൻഡ് കൊണ്ട് എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും. ലണ്ടൻ മേം പ്രോഗ്രാം കിയാ താന 1 മിനിറ്റ്. ബാബ ഓർമ്മിപ്പിക്കണം, ലണ്ടനിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നില്ലേ, 1 മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ബാപ്ദാദോ കത്തെ ഹേ 1 സെക്കൻഡ്. അതുകൊണ്ട് ബാപ്ദാദ പറയുന്നത് ഇപ്പോൾ ഇന്ന് 1 സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ് എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് ഈ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താം. 1 സെക്കൻഡ് മേൻ ദുവാവും കി ലിഫ്റ്റ് മേം ചട് ജാവോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ ആശീർവാദങ്ങളുടെ ലിഫ്റ്റിൽ കൂടി മുകളിലേക്ക് എത്തിക്കോളൂ. സിർഫ് സ്മൃതി കാ സ്വിച്ച് ദബാവോ ബസ് മെഹനത്ത് മുക്ത്. ആ എന്തിനു വേണ്ടി ഒരൊറ്റ സ്മൃതി ബട്ടണെ നിങ്ങൾ അമർത്തണ്ടോ, അതാണ് സ്മൃതിയുടെ സ്വിച്ച്. അതൊന്ന് അമർത്തിയാൽ മതി, വളരെ ഒരു പ്രയാസമില്ലാണ്ട് എവിടെ വേണമെങ്കിലും എത്താം. ആജ് ഡബിൾ വിദേശിയോं का दिन है ना, तो बाप दादा पहले डबल विदेशियों को किस स्वरूप में देखने चाहते हैं. അപ്പോൾ ആ സീസണിൻ്റെ ആദ്യത്തെ ദിവസം, സീസണിൻ്റെ ആദ്യത്തെ മുരളിയാണ്. ഇപ്പോൾ ബാബ ഡബിൾ വിദേശികളുടെ ദിനമല്ലേ ഇന്ന്, അതുകൊണ്ട് ബാബ ഡബിൾ വിദേശികൾക്ക് ആദ്യം ഏത് രൂപത്തിലാണ് കാണാൻ ബാബ ആഗ്രഹിക്കുന്നത്? മെഹനത്ത് മുക്ത്, പരിശ്രമമുക്തരായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. സഫലതാമൂരത് ദുവാओं के പാത്ര. പരിശ്രമമുക്തരും സഫലതാമൂർത്തികളും ആശീർവാദങ്ങൾക്ക് യോഗ്യരുമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ബനേങ്കേന, നിങ്ങളാകൂലേ? क्योंकि डबल विदेशियों का बाप से प्यार अच्छा है. शक्ति चाहिए लेकिन प्यार अच्छा है. കാരണം ഡബിൾ വിദേശികൾക്ക് ബാബയോടുള്ള സ്നേഹമുണ്ടല്ലോ, വളരെ നല്ല സ്നേഹമാണ്, ശുദ്ധമായ സ്വച്ഛമായ സ്നേഹമാണ്. ശക്തി വേണം, പക്ഷേ ബാബ പറയാണ് ശക്തിയുണ്ട്, പക്ഷേ സ്നേഹമാണ് ഏറ്റവും നല്ലത്. കമാൽ തോ കീ ഹേന, എല്ലാവരും അത്ഭുതങ്ങൾ കാണിച്ചല്ലോ അന്നത്തെ ദിവസം. ദേഖോ 90 ദേശോं से अलग अलग देश, अलग अलग रस्म रिवाज, लेकिन 5 ही खंडों के एक चंदन के वृक्ष बन गए. 90 ദേശങ്ങളിൽ നിന്ന്, പല പല ദേശങ്ങൾ, വിദേശങ്ങളിൽ നിന്ന്, പല പല ദേശങ്ങളിൽ നിന്ന്, പല പല രീതി സമ്പ്രദായങ്ങളുള്ളവർ, പക്ഷേ എല്ലാവരും കൂടി ഈ 5 ഖണ്ഡങ്ങളിൽ നിന്നും എല്ലാവരും കൂടി ഒരൊറ്റ ചന്ദന വൃക്ഷത്തിൻ്റേതായി മാറി. ബാബ കാണാണ്, ഒരൊറ്റ ചന്ദന വൃക്ഷത്തിൽ എല്ലാവരും കൂടിച്ചേർന്നു. ഏക വൃക്ഷമേ ആകെ, എല്ലാവരും കൂടി പല പല ദേശത്തിൽ നിന്ന്, പല പല സമ്പ്രദായത്തിലുള്ളവരെല്ലാം കൂടി ഒരു വൃക്ഷത്തിൻ്റേതായി. അപ്പോൾ എന്തായി അവരുടെ സ്വഭാവം? ഏക ഹി ബ്രാഹ്മൺ കൾച്ചർ ഹോഗയ, ഒരേ ഒരു ബ്രാഹ്മണ കൾച്ചറിൻ്റേതായി, ബ്രാഹ്മണ സ്വഭാവത്തിൻ്റേതായി. അബി ഇംഗ്ലീഷ് കൾച്ചർ ഹേ ക്യാ ചോദിച്ചപ്പോൾ, ഇപ്പം നിങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് കൾച്ചറിൻ്റേതാണോ? ഹമാര കൾച്ചർ ഇംഗ്ലീഷ് ഹേ നെഹി ഹേന. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ കൾച്ചർ ഇംഗ്ലീഷിൻ്റെതാണെന്ന്? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഏത് കൾച്ചറാണ്? ബ്രാഹ്മൺ ഹേന. जो समझते हैं अभी तो हमारा ब्राह्मण कल्चर है वो हाथ उठाओ. ഇതിനെല്ലാം ആരെങ്കിലും ചിന്തിച്ചോ? അങ്ങനെ എൻ്റേത് ബ്രാഹ്മണ കൾച്ചറിൻ്റേതാണ് എങ്കിലും നിങ്ങൾ കൈ ഉയർത്ത്. ബ്രാഹ്മൺ കൾച്ചർ और എഡീഷൻ നെഹി, ബ്രാഹ്മണ കൾച്ചറിൻ്റേതാണ്, വേറെയൊന്നും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ട. ഞാൻ ഇംഗ്ലീഷാണ് മറ്റൊന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്യണ്ട. ഏക് ഹോഗേ, എല്ലാവരും ഒരേ ഒരു ബ്രാഹ്മണ കൾച്ചറിൻ്റേതായി. ബാപ് ദാദാ ഇസ്കി മുബാറക്ക് ദേ രഹേ. അതുകൊണ്ട് എല്ലാവർക്കും ബാബ ആശംസകൾ നൽകി. കി സബി ഏക് വൃക്ഷക്കെ ബൻ ഗയേ, എല്ലാവരും ഒരേ ഒരു വൃക്ഷത്തിൻ്റേതായി. കിത്തനാ അച്ഛാ ലഗ്താ, എത്ര നന്നായിട്ട് തോന്നുന്നു. കിസി സെ ഭി പൂച്ചോ, അമേരിക്ക സെ പൂച്ചോ, യൂറോപ്പ് സെ പൂച്ചോ, आप कौन हो,
തോ ക്യാ കഹേങ്കെ? ഇനി അമേരിക്കയിലുള്ളവരോടോ അല്ലെങ്കിൽ യൂറോപ്പ് വാസികളോടോ അവരോടൊക്കെ ചോദിക്കൂ, അവരോട് ചോദിക്കും നിങ്ങളുടെ എന്തായി മാറിയെന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് പറയും? ബ്രാഹ്മൺ ഹേന, ഞാൻ ബ്രാഹ്മണനല്ലേ എന്ന് പറയും. യാ കഹെങ്കെ യു കെ ഹേ, ആഫ്രിക്കൻ കെ ഹേ, അമേരിക്കൻ ഹേ, അല്ലെങ്കിൽ അവർ പറയുമോ ഞാൻ UK വാസിയാണ്, അമേരിക്ക വാസിയാണ്, അല്ലെങ്കിൽ ആഫ്രിക്കക്കാരനാണ് എന്നൊക്കെ പറയും അവർ? സബ് ഏക് ബ്രാഹ്മൺ ഹോഗെ, ഏക് മത് ഹോഗെ, എല്ലാവരും ഒരു ബ്രാഹ്മണൻ്റേതായി, ഒരു ബ്രാഹ്മൺ കൾച്ചറിൻ്റേതായി എല്ലാവരും ഒരേ ഒരു മതത്തിലെ ഉള്ളവരായി. ഏക് സ്വരൂപ് ഹോഗെ, ഒരേ ഒരു സ്വരൂപത്തിലുള്ളവരായി. ബ്രാഹ്മൺ ഔർ ഏക മത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മതം. ഏത് മതം? ശ്രീമത്, അതാണ് ശ്രീമത്. ഇസ്മേ മജ ആത്ത ഹെന. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചിന്തിക്കുമ്പോൾ നല്ലൊരു ലഹരി, ആനന്ദം തോന്നുന്നില്ലേ? മജാ ഹേ യാ മുഷ്കിൽ, പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? നല്ല ലഹരിയില്ലേ, ആനന്ദമില്ലേ? മുഷ്കിൽ തോ നഹി ഹെന. ബാബ കുട്ടികളോട് ചോദിക്കുക, ഒന്നും പ്രയാസമായിട്ടൊന്നും തോന്നാമെന്നില്ലല്ലോ. കാന്ത് ഹിലാരഹേ, അച്ഛ അച്ഛ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ലതായിട്ട് തലയാട്ടുക. ബാബ് ദാദാ സേവാമേ നവീനത ക്യാ ചാത്താ ഹെ. ഇനി ബാബ ചോദിക്കുകയാണ്, സേവയിൽ എന്ത് പുതുമയാണ് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ജോ ബി സേവാ കർ രഹേ ഹോ ബഹുത് 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 അച്ചി കർ രഹേ ഹോ. ഫോറിനേഴ്സോട് ചോദിക്കുക, നിങ്ങൾ ഇതുവരെ ചെയ്ത സേവനങ്ങളൊക്കെ വളരെ വളരെ നല്ലതാണ്, നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്കി തോ മുബാറക്. അതിനുവേണ്ടി ബാബ അവർക്ക് നല്ല ആശംസകൾ നൽകി. ലേക്കിൻ ആകെ എഡീഷൻ ക്യാ കരണം. ഇനി അതിലും കൂടി കുറച്ചും കൂടി എഡീഷൻ ചെയ്യണം. എന്താണ് ചെയ്യുക? ആപ്പ് ലോകം കെ മൻമേ ഹേന കോയി നവീനത ചാഹിയേ. നിങ്ങളുടെ മനസ്സിലും തോന്നില്ലേ ഒരു പുതുമ എന്തെങ്കിലും വേണമെന്ന് തോന്നില്ലേ? तो बाप दादा ने देखा जो भी प्रोग्राम किए हैं समय भी दिया है और मोहब्बत से ही किया है, मेहनत भी मोहब्बत से ही की है, और अगर स्थूल धन भी लगाया है तो वह तो पद्मा गुना होके आपके परमात्मा बैंक में जमा हो गया. അപ്പോൾ ബാപ്ദാദ പറയാണ്, ബാപ്ദാദ കാണുകയാണ് എന്തെല്ലാം പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്തു, അതിലേക്ക് വേണ്ടി നിങ്ങൾ ധാരാളം സമയമൊക്കെ ചെലവഴിച്ചു. അതും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ചെയ്തത്. അതിൽ പ്രയത്നിച്ചിട്ടുണ്ട്, പക്ഷെ അത് സ്നേഹത്തോടു കൂടിയുള്ള പ്രയത്നമായിരുന്നു. പിന്നെ നിങ്ങളുടെ സ്ഥൂല ധനവും കൂടി നിങ്ങൾ അതിൽ ചെലവാക്കി. അപ്പോൾ അതെന്തായി മാറി? അത് പദ്മാഗുണ ഇരട്ടിയായിട്ട് മാറുകയാണ്. അതെവിടെ പോയി എന്നിട്ട് പരമാത്മാ ബാങ്കിൽ ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയമായാലും സങ്കല്പമായാലും നിങ്ങളുടെ പ്രവൃത്തിയായാലും പരിശ്രമമായാലും എല്ലാം സ്നേഹത്തോടു കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് ധനമായാലും അതെല്ലാം പരമാത്മാ ബാങ്കിൽ അക്കൗണ്ടിൽ വർദ്ധിപ്പിച്ചു വരികയാണ്, അവിടെ ശേഖരിക്കപ്പെടുകയാണ്. വഹ് ലഗായാക്കിയ ജമാക്കിയ, അവിടെ നിങ്ങൾ അതിനേക്ക് വേണ്ടി ഉപയോഗിച്ചെന്നല്ല പറയുന്നത് ബാബ, അത് നിങ്ങൾക്ക് തന്നെ ശേഖരം സേവിങ്സായി മാറുകയാണ്. रिजल्ट में देखा गया कि संदेश पहुंचाने का कार्य, परिचय देने का कार्य सभी ने बहुत अच्छा किया. അപ്പോൾ ബാബ റിസൾട്ട് നോക്കുകയാണ്. എല്ലാവരും മറ്റുള്ളവർക്ക് സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ, ഭഗവാന്റെ പരിചയം നൽകുന്ന കാര്യത്തിൽ എല്ലാം വളരെ നന്നായിട്ടാണ് എല്ലാവരും ചെയ്തത്. चाहे कहाँ भी किया, अभी दिल्ली में हो रहा है, लंदन में हुआ, और डबल फॉरेनर्स जो कॉल ऑफ टाइम व पीस ऑफ माइंड का प्रोग्राम करते हैं, वह सब प्रोग्राम बाप दादा को बहुत अच्छा लगते हैं. അപ്പോൾ അവർ ഒരുപാട് സേവനങ്ങൾ ചെയ്ത്, അതാ ബാബ പറയാണ്, നിങ്ങൾ എവിടെ പോയിട്ട് സേവനം ചെയ്താലും, ഇപ്പോൾ ഡൽഹിയിൽ ആ സമയത്ത് സേവനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ലണ്ടനിലും ചെയ്തു, ഇനി ഡബിൾ ഫോറിനേഴ്സ് ഒരു പ്രോഗ്രാം ചെയ്തു, കോൾ ഓഫ് ടൈം, അതായത് പീസ് ഓഫ് മൈൻഡ് എന്ന പ്രോഗ്രാമും കൂടി അവർ ചെയ്തു. ബാപ്ദാദ ആ പ്രോഗ്രാമിനെല്ലാം ബാബക്ക് വളരെ നന്നതായിട്ട് തോന്നുകയാണ്. അതിനുള്ള ആശീർവാദം ബാബ നൽകുക. അവർ ജോ ബി കാം കർ സഖോ കർത്തേ രഹോ. എന്ന് ബാബ പറയണത്, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നോ ഈ തരത്തിലുള്ള സേവ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ. സന്ദേശ് തോ മിൽത്താ ഹെ, സ്നേഹി ബി ബൻതേ ഹെ, സഹയോഗി ബി ബൻതേ ഹെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സന്ദേശവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്,
എല്ലാവരും ബാബയുടെ സ്നേഹിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഓരോരുത്തരും ബാബയുടെ സഹയോഗിയും കൂടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തരത്തിൽ സേവനത്തിലൂടെ സ്നേഹിയും ആകുന്നുണ്ട്, സഹയോഗിയും ആകുന്നുണ്ട്. संबंध में कोई कोई आ जाते हैं लेकिन अभी एडिशन चाहिए. സംബന്ധത്തിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ സേവനത്തിൽ കൂടി. ഇനി ബാബ പറയാണ് ഇനിയും ഒരു എഡിഷൻ വേണം. ബാബ പിന്നെയും വന്ന് ആഗ്രഹിക്കുകയാണ്. जब भी कोई बड़ा प्रोग्राम करते हो उसमें संदेश तो मिलता है लेकिन कुछ अनुभव करके जाओ. ഇപ്പോൾ ബാബ പറയണേ നിങ്ങൾ എന്തെല്ലാം പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ അതിലൂടെ എല്ലാവർക്കും സന്ദേശം കിട്ടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? അതിൽ കൂടി അനുഭവം ചെയ്തിട്ട് വേണം പോകാൻ. ഒരനുഭവം കിട്ടണം അവർക്ക്. അനുഭവം ബഹുത്ത് ജൽദി ആകെ ബടാത്ത ഹെ. ആ അനുഭവം അവരെ എളുപ്പം മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ജൈസെ ये कॉल ऑफ टाइम या पीस ऑफ माइंड में അനുഭവ തോടാ ജ്യാദാ കർത്തേ ഹെ. ഇതുപോലെ ഈ കോൾ ഓഫ് ടൈം എന്ന പ്രോഗ്രാം അവർ വെച്ചു, അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് എന്ന പ്രോഗ്രാം വെച്ചു. അതിലൂടെ കുറച്ച് കൂടുതൽ അനുഭവം അവർക്ക് ലഭിച്ചു. ലേക്കിൻ ജോ ബഡേ പ്രോഗ്രാം ഹോത്തേ ഹേ ഉസ്മേ സന്ദേശ് തോ അച്ഛാ മിൽ ജാത്ത. ഇനി കൂടുതൽ വലിയ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടി നല്ല സന്ദേശം അവർക്ക് ലഭിക്കും. ലേക്കിൻ ജോ ബി ആവേം उसकी पीठ करके അനുഭവ कराने का ലക്ഷ്യ रखो. ഇപ്പോൾ ബാബ പറയണേ ഇനി ചെയ്യേണ്ടത് എന്ത് തരത്തിൽ സേവ ചെയ്യുമ്പോഴും അതിൻ്റെ പുറകെ അവർക്ക് അനുഭവം ചെയ്യിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം വെക്കണം. ആ അനുഭവം അവർക്ക് കിട്ടണം നിങ്ങളുടെ ആ സേവയിൽ കൂടി. അപ്പോൾ അനുഭവം ചെയ്യിപ്പിക്കാനുള്ള ലക്ഷ്യം വെച്ച് കുച്ചിനെ കുച്ച് അനുഭവക്കരി അവർക്ക് എന്തെങ്കിലുമായിട്ട് അനുഭവം ഉണ്ടാകണം. അതാ പറഞ്ഞ വലിയ സേവനം ചെയ്താലും അതിൽ കൂടി അനുഭവികളാക്കി മാറ്റണം. ക്യോംകി അനുഭവ് കബി ഭൂൽത്താ നഹി. എന്തുകൊണ്ടാണ് ബാബ അത് സ്ട്രെസ് ചെയ്യുന്നത്? അങ്ങനെ അനുഭവിയാക്കിക്കഴിഞ്ഞാൽ, അവർക്ക് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ആ അനുഭവം അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. और अनुभव ऐसी चीज़ है जो ना चाहते हुए भी उस तरफ खींचेंगे. അനുഭവം അത് അങ്ങനെയുള്ളൊരു സാധനമാണ്. നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അത് നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ നേരെ നമുക്ക് ആകർഷണം ഉണ്ടാകും. അപ്പം ആ തരത്തിലുള്ള സേവയാണ് ബാബ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും അനുഭവം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സേവ. तो बाप दादा पूछते हैं पहले जो सभी ब्राह्मण है वह ज्ञान की जो भी पॉइंट्स है उनके स्वयं अनुभवी बने हो. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, ആദ്യമേ വന്ന ബ്രാഹ്മണരുണ്ടല്ലോ, അനുഭവത്തിൻ്റെ പോയിൻറ്റ്സ് അവരുടെ അടുത്തുണ്ടാവും, ധാരാളം ഉണ്ടാവും. അതിൻ്റെയെല്ലാം നിങ്ങൾ അനുഭവി ആയിട്ടുണ്ടോ എന്താ ചോദിക്കുകയാണ് ബാബ. അല്ലേ, ഏറ്റവും ആദ്യം വന്ന ബ്രാഹ്മണരുണ്ടാവും, അതിൻ്റെ അനുഭവിയാണോ? ഹർ ശക്തിക്ക് അനുഭവിക്കുക. നിങ്ങൾക്ക് ലഭിച്ച ഓരോ ശക്തി, ആ ഓരോ ശക്തി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഹർ ഗുണക്ക അനുഭവിക്കുക, ഓരോ ഗുണം. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? നമ്മളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഓരോ പ്രശ്നം വരുന്ന സമയത്തായിരിക്കും നമുക്കിത് ആ അനുഭവം ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ, അപ്പോൾ അനുഭവം ചെയ്തിട്ട് ഗുണങ്ങളുടെ ശക്തികളുടെ അനുഭവം ചെയ്തിട്ടുണ്ടോ, ഗുണങ്ങളുടെ അനുഭവം ചെയ്തിട്ടുണ്ടോ? ബാബ ഇത് ആരോടാ ചോദിക്കുന്നത്? പഹലി ബ്രാഹ്മൺസ്, ആദ്യത്തെ ഇരിക്കുന്ന ബ്രാഹ്മണനോട് ചോദിക്കുക. ആത്മിക സ്ഥിതിക്ക് അനുഭവിക്കുക. എപ്പോഴും ആത്മാവാണ് ഞാൻ, ആത്മിക സ്ഥിതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ചെയ്യാറുണ്ടോ? പരമാത്മാ പ്യാർക്ക് അനുഭവിക്കുക, പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യാറുണ്ടോ, ചെയ്തിട്ടുണ്ടോ? സ്നാന സമജന ഇസ്മേത്ത പാസോ. സ്നാനം മനസ്സിലാക്കുന്ന കാര്യത്തിൽ എല്ലാവരും പാസ് അല്ലേ. നോളജ് തോ ബൻകയെ. ഇപ്പോൾ സ്നാനം കേട്ട് 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 എല്ലാവരും നോളജ് ഫുള്ളായി. ഇസ്മേത്ത ബാപ്ദാദാ ബി റിമാർക്സ് ദേത്തെ ഹി. ബാപ്ദാദെ അതിൽ എല്ലാവർക്കും റിമാർക്സ് ഫുൾ പാസ് കൊടുക്കുക. ടീക്ക് ഹെ, നല്ലത് തന്നെ. ആത്മാ ക്യാ, പരമാത്മാ ക്യാ, ഡ്രാമ ക്യാ, ഞാനൊത്ത് സമജില്ല. ഇപ്പോൾ വന്നപ്പോൾ ഈ ഇവിടെ വന്ന് ജ്ഞാനം കേട്ടപ്പോൾ ആത്മാവെന്താണ്, പരമാത്മാവെന്താണ്, അല്ലെങ്കിൽ ഡ്രാമേനെ പറ്റിയുള്ള രഹസ്യം എന്താണ്,
ആ തരത്തിലുള്ള എല്ലാ ജ്ഞാനവും നിങ്ങൾ മനസ്സിലാക്കി. लेकिन जब चाहे जितना समय चाहे जिस भी परिस्थिति में हो उस परिस्थिति में आत्मिक बल का अनुभव हो. വീണ്ടും ബാബ അനുഭവത്തിൻ്റെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേട്ടു, ജ്ഞാനം കേട്ട് നോളജ് ഫുള്ളായി. പക്ഷേ ബാബ്ദാദ പറയാണ്, ഏത് സമയത്ത് നിങ്ങൾ എത്ര സമയം ആഗ്രഹിക്കുന്നു, ഏത് പരിതസ്ഥിതി വരുമ്പോഴും ആ പരിതസ്ഥിതികളിൽ ആത്മീക ബലത്തിൻ്റെ അനുഭവം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. സമയമനുസരിച്ച് പരിതസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ആത്മീയ സ്ഥിതിയുടെ ആ ശക്തിയുടെ അനുഭവം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരമാത്മാ ശക്തി കാ അനുഭവം വോ ഹോത്താ ഹേ. പരമാത്മാ ശക്തിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത്? ജിസ് സമയ ജിത്തനാ സമയ ജൈസെ അനുഭവ കർണേ ചാഹോ വൈസ ഹോത്താ ഹേ. ഇനി ഏത് സമയം പരിതസ്ഥിതികൾ വരുമ്പോഴും പ്രശ്നങ്ങൾ വരുന്ന സമയത്തും എത്ര സമയം ആഗ്രഹിക്കുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഈ ആത്മീക സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കബി കൈസെ അല്ലാണ്ട് ചില സമയത്ത് നല്ല സ്ഥിതി ആത്മീക സ്ഥിതി, പിന്നെ ചില സമയത്ത് അതിൽ നിന്ന് പോയി ആകപ്പാടെ വിചലിതമായി. അങ്ങനെയാണോ? സോച്ചോ ആത്മാവും और फिर बार बार ദേഹബാൻ ആകയ. ചിന്തിക്കും, ഞാൻ ആത്മാവാണ്. മറ്റു ടക്കറാവുകളും വരുമ്പം പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം ഞാൻ ആത്മാവാണ് ശാന്തസ്വരൂപത്തിലിരിക്കും. പിന്നെ എന്ത് വരും? കുറച്ച് കഴിയുമ്പോൾ ദേഹബോധത്തിലേക്ക് വരും. तो അനുഭവം ക്യാ കാമേ ആയ. അപ്പോൾ നിങ്ങളുടെ ഈ അനുഭവം ഏത് ഉപയോഗത്തിലാണ് വന്നത്? അനുഭവി മൂരത്ത്, ഹർ സബ്ജക്റ്റ് കെ അനുഭവി മൂരത്ത്, ഹർ ശക്തിയോം കെ അനുഭവി മൂരത്ത്. അപ്പോൾ ബാബ പറയണ അനുഭവി ആത്മാവ്, അനുഭവി മൂരത്ത് എന്ന് പറഞ്ഞാൽ അനുഭവത്തിൻ്റെ മൂർത്തിയാണ്. അപ്പോൾ എങ്ങനെയാണ്? എല്ലാ സബ്ജക്റ്റിലും അനുഭവി മൂർത്തിയാകണം. ഈ ഫാനൊന്ന് ഓഫാക്കുന്നത്. എല്ലാ ശക്തികളിലും അനുഭവി മൂർത്തിയാകണം. तो क्या स्वयं में भी अनुभव को और बढ़ाओ. അതുകൊണ്ട് ബാബ പറയണേ, സ്വയമിൽ ഇനിയും കൂടുതൽ അനുഭവി മൂർത്തിയാകണം, അനുഭവങ്ങൾ വർദ്ധിപ്പിക്കണം. അതാണ് ബാബ ഇന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിലും നമ്മൾ അനുഭവി മൂർത്തിയാകണം. ഹേ ഐസെ നഹീ കി നഹീ ഹേ ലേക്കിൻ കബി കബി സംടൈംസ്. അങ്ങനെയാണോ? അതല്ല ചില സമയത്ത് മാത്രമാണോ? അതുകൊണ്ട് ഒരു ഫോറിനേഴ്സ് അല്ലേ, അതുകൊണ്ട് ബാബ ഇന്ന് ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിച്ചത്. അതോ സംടൈംസ് ആണോ, ഇടയ്ക്കിടയ്ക്കാണോ ആയിപ്പോകുന്നത്? तो बाप दादा സംടൈംസ് നഹീൻ ചാത്തെ. അതുകൊണ്ട് ബാബ ഒരിക്കലും സംടൈംസ് ചിലപ്പോഴൊക്കെ അനുഭവമൂർത്തി അത് ബാബ ആഗ്രഹിക്കുന്നേ ഇല്ല. സംതിങ് ഹോ ജാത്ത तो समटाइम्स भी हो जाता क्योंकि आप सबका लक्ष्य है. पूछते हैं क्या बनने का लक्ष्य है. അപ്പോൾ ചിലവർ പറഞ്ഞത് ഇതാണ്, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സംതിങ് ഹോ ജാത്ത, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് സംടൈംസ് ആയിപ്പോവും. അനുഭവി മൂർത്തി അനുഭവങ്ങൾ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ബാബ പറയണേ, എന്താ നമ്മുടെയൊക്കെ ലക്ഷ്യം? അതുകൊണ്ട് ചോദിക്കുകയാണ്, ക്യാ ബണ്ണേക്കാൾ ലക്ഷ്യം, എന്താണ് ആകാനുള്ള ലക്ഷ്യം? तो कहते हो ബാപ്പ് സമാൻ. എല്ലാവർക്കും ലക്ഷ്യം അതാണ്, ബാബ സമാനാക്കണം. ഏക് ഹി ജവാബ് സബീ ദേത്തെ ഹെ. ഈ ഒരു ഉത്തരമാണ് എല്ലാവരും നൽകുന്നത്. तो बाप समान. अब बाप तो समटाइम्स और समथिंग नहीं था. ബാബ പറയണ ബാബ സമാനാണ് ആകട്ടെ. ഞാൻ ബാബ ഒരിക്കലും സംടൈംസും സംതിങ്ങും അല്ല. ഒരിക്കലും ബാബ പറയുന്നു ചിലപ്പോൾ ബാബ സമാനവും ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചു പോകും, മാറിപ്പോകും. ഈ തരത്തിലൊന്നും ആകുന്നില്ല ബാബ ഒരിക്കലും. ബ്രഹ്മ ബാപ്പ് സദാ. ഇവിടെ ബാബ നമുക്ക് സാമ്പിളായത് ബ്രഹ്മ ബാബ. അപ്പോൾ ബ്രഹ്മ ബാബ ഒരിക്കലും സംടൈംസും സംതിങ്ങും അല്ല, ആകുന്നേ ഇല്ല. ബ്രഹ്മ ബാപ്പ് സദാ രാസയുക്ത് യോഗയുക്ത് ഹർ ശക്തി മേ സദാ കബി കബി നഹി. അപ്പോൾ ബ്രഹ്മ ബാബ ഒരിക്കലും അങ്ങനെ സംടൈംസും സംതിങ്ങും ആവില്ല, എപ്പോഴും രാസയുക്തമാണ്.
രഹസ്യയുക്തങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ജ്ഞാനത്തിൽ കൂടി ധാരാളം രഹസ്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ സദാ യോഗയുക്ത സ്ഥിതിയാണ്. ഹർ ശക്തിമേ സദാ, എല്ലാ ശക്തികളും സമ്പന്നമാണ്. സദാശക്തി സമ്പന്നാത്മ, കബി കബി നഹി, ഒരിക്കൽ ഇടക്കിടക്കല്ല. അനുഭവ ഹോ ജാതാ ഹെ വ സദാകാല ചലത്താ ഹെ വ സം ടൈം നഹി ഹോത്ത. അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം എല്ലാ സമയത്തും ഉണ്ടാവും. അത് ബാബ നേരത്തെ പറഞ്ഞത് അനുഭവമാണെങ്കിൽ അതൊരിക്കലും മറന്നു പോകില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ബാബ പറയണ സം ടൈം അല്ല. तो स्वयं अनुभवी मूर्त बन हर बात में, हर सब्जेक्ट में अनुभवी, ज्ञान स्वरूप में अनुभवी, योग युक्त में अनुभवी, धारणा स्वरूप में अनुभवी. അപ്പോൾ എന്താണ് ആകേണ്ടത്? സ്വയം അനുഭവി മൂർത്ത്. അനുഭവി മൂർത്തി ഏതിലെല്ലാം കാര്യം? എല്ലാ കാര്യത്തിലും ബാബ പറയണ ഓരോ സബ്ജക്റ്റിലും അനുഭവിയാകണം. ജ്ഞാനസ്വരൂപത്തിലും അനുഭവി, യോഗയുക്തത്തിലും അനുഭവി മൂർത്തി, ധാരണാസ്വരൂപത്തിലും അനുഭവിയാകും. ഓൾറൗണ്ട് സേവ മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്ക് സബ്മേ അനുഭവി. പിന്നെ സേവയുടെ കാര്യത്തിൽ ഓൾറൗണ്ട് സേവ, മനസ്സിൽ കൂടി വാക്കിൽ കൂടി കർമ്മണ സേവയിൽ കൂടി സംബന്ധ സമ്പർക്കത്തിൽ കൂടി എല്ലാറ്റിലും അനുഭവി മൂർത്തിയാകണം. തബ് കഹേങ്കെ പാസ് വിത്ത് ഓണർ. അപ്പോഴാണ് പാസ് വിത്ത് ഓണറാകുന്നത് അല്ലേ. അപ്പോൾ എല്ലാം വളരെ വളരെ ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് ധാരണായുക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കമേ അനുഭവി ആകുക. അപ്പോഴാണ് പാസ് വിത്ത് ഓണറാകുന്നത്. തോ ക്യാ ബണ്ണേ ചാത്തെ? ഇനി ബാബ വീണ്ടും ചോദിച്ചു, എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത്? ആദ്യം പറഞ്ഞില്ലേ ബാബ സമാനം. അപ്പം ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ ബാബ പറഞ്ഞില്ലേ അപ്പോഴാണ് അനുഭവി മൂർത്തി ആകണം. പാസ് ഹോനെ ചാത്തേ ഹോ യാ പാസ് വിത്ത് ഓണർ ബണ്ണേ ചാത്തേ ഹോ? ബാബ സമാനം ആകണമെങ്കിൽ ആദ്യം കടന്നു പോകേണ്ടത് പാസ് വിത്ത് ഓണർ ആകണം. അപ്പോൾ പാസ് വിത്ത് ഓണർ ആകാനാണോ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ വെറുതെ പാസ്സായാൽ മതിയോ? പാസ് കർണേ വാലേ തോ പീച്ചേ ബി ആയേഗേ. ബാബ പറയണേ പാസ്സായി വരുന്നവരുണ്ടാവും കുറേ പേര്, അവർ പുറകേ വരും. आप तो टू लेट से पहले आ गए हो. ബാബ പറയണ നിങ്ങൾ ടു ലേറ്റ് എന്ന ബോർഡ് തൂക്കുന്നതിന് മുമ്പേ എത്തിയിരിക്കുകയാണ്. चाहे अभी नए भी आए हो लेकिन टू लेट का बोर्ड नहीं लगा है. ബാബ പറയാണ് ഇപ്പോൾ പുതിയവരിപ്പോൾ വന്നിട്ടുണ്ട് ശരി, എന്നാലും ടു ലേറ്റ് എന്ന ബോർഡ് ഇപ്പോഴും ബാബ തൂക്കിയിട്ടില്ല. ലേറ്റ് കാ ലഗാ ഹെ എന്നാൽ അതേസമയം ലേറ്റ് എന്ന ബോർഡ് നേരത്തെ തൂക്കിക്കഴിഞ്ഞു. ടു ലേറ്റ് എന്ന ബോർഡ് ഇട്ടിട്ടില്ല. ടു ലേറ്റ് കാ നഹി ലഗാ ഹെ इसलिए चाहे कोई नए भी है लेकिन अभी भी तीव्र पुरुषार्थ करें, पुरुषार्थ नहीं तीव्र, तो आगे जा सकता है. അതുകൊണ്ട് ബാബ പറയണേ നിങ്ങൾ പുതിയവരായാലും ശരി, ബാബ പറയണേ നിങ്ങൾക്കും തീവ്ര പുരുഷാർത്ഥത്തിലൂടെ, സാധാരണ പുരുഷാർത്ഥമല്ല, തീവ്ര പുരുഷാർത്ഥത്തിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ക്യോങ്കി നമ്പർ ഔട്ട് നഹി ഹുവ. ബാബ നമ്പർ പുറത്താക്കിയില്ല ഇനിയും അല്ലേ, ആകെ 2 നമ്പറേ ആക്കിയിട്ടുള്ളൂ. സിർഫ് 2 നമ്പർ ഔട്ട് ഹുവ, 2 നമ്പർ മാത്രമേ ബാബ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ. ഫസ്റ്റ് അല്ലേ ലക്ഷ്മി നാരായണൻ്റെ 2 പേരും, ബാപ്പ ഓർ മാ. അതാണ് ഏതാ നമ്പർ ഇവിടെ നമ്മൾ സംഗമികത്തിൽ ആ നമ്പർ ആരാന്ന്? ബാബയും മമ്മയും. അഭി കോയി ബി ഭായി ബഹൻ കാ തീസറ നമ്പർ ഔട്ട് നഹി ഹുവ. മൂന്നാമത്തെ ഒരു നമ്പർ ഒരു ഭായി സഹോദരി സഹോദരൻ്റെയോ മൂന്നാമത്തെ നമ്പർ ബാബ ഇതുവരെ ഔട്ടാക്കിയിട്ടില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ സീറ്റ് അല്ലേ, ബാബാൻ്റെ സ്വർഗത്തിലൊരു സീറ്റ് കാലിയുണ്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൂന്നാമത്തെ നമ്പർ വേണമെങ്കിൽ എടുക്കാം. തീവ്ര പുരുഷാർത്ഥം ചെയ്തു. भले आप कहेंगे दादियों से बहुत प्यार है, बाप का भी दादियों से प्यार है,
ലേക്കിൻ നമ്പർ ഔട്ട് നെഹി ഹുവ. ബാബ പറയണേ, ചിലപ്പോൾ നിങ്ങൾ പറയും ദാദിക്ക് വളരെയധികം സ്നേഹമുണ്ടെന്ന് പറയും ബാബയോട്. ദാദിമാർക്ക് നല്ല സ്നേഹമുണ്ടല്ലോ. അപ്പം ബാബക്കും അറിയാം ദാദിയന്മാർക്ക് നല്ല സ്നേഹമുണ്ടെന്നറിയാം. ദാദിയോംസെ പറഹെ, ബാബക്കും കൂടി ദാദിമാരോട് ഇഷ്ടമുണ്ട്, നല്ല സ്നേഹം തന്നെയാണ്. എന്നാലും നമ്പർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. നമ്പർ ഔട്ട് നെഹി ഹുവ. इसलिए आप बहुत बहुत सिगलदे लाडले भाग्यवान हो, जितना उड़ने चाहो उड़ो. കാരണം വളരെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കും ആ ഭാഗ്യമുണ്ട്. എൻ്റെ ഭാഗ്യവാൻ കുട്ടികളാണ്. പറക്കാൻ എത്ര വേഗം, നിങ്ങൾ വേഗം പറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറന്നോ, ദാദിമാരെക്കാളും മുമ്പിലെത്താൻ പറ്റും. ക്യോंकि देखो जो छोटे बच्चे होते हैं ना, उसके बाप अपने अंगुली देकर चलाते हैं. കാരണം ബാബ പറയണേ, നിങ്ങൾ പുതുതായി വന്നവരാണ്. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, സാധാരണ ചെറിയ കുട്ടികൾ എന്താ ചെയ്യുക? അച്ഛൻ കൈ പിടിച്ചിട്ടല്ലേ കൊണ്ടുപോവുക അല്ലേ? വിരൽ കൊടുക്കും, എന്നിട്ട് കൈ പിടിച്ചിട്ട് നടത്തിപ്പോവും. അങ്കുലി ദേക്കർ ചലാത്തെ എക്സ്ട്രാ പ്യാർ, കൂടുതൽ സ്നേഹം കൊടുക്കും കുട്ടികളോട്, അതായത് പുതിയവരോട്. അവർ ബഡേക്കോ അങ്കുലീസിനെയും ചലാത്ത, വലിയവർ മുതിർന്നവർ നേരത്തെ വന്നവർ അവർക്ക് കൈയൊന്നും കൊടുത്തിട്ട് ബാബ കൊണ്ടു നടത്തൂല. വഹ് അപ്പനെ പാവ് സെച്ചത്തെ, അവർ സ്വന്തം കാലിലെ കൂടിയാണ് നടക്കുക. ബാബ ആദ്യം അവരെ യോഗ്യരാക്കി, ഇനി സ്വന്തം നടന്നോ. ബാബയുടെ കയ്യിന് കൊടുക്കില്ല. കൊടുക്കുന്നത് ആർക്കാണ്? പുതിയവർക്ക്, ചെറിയ കുട്ടികൾക്ക്. തോ നയാ ബി കോയി മേക്കപ്പ് കർ സക്ത. അപ്പോൾ പുതിയവരായാലും ബാബ പറയണം, ഞാനിപ്പോൾ വന്നതല്ലേ എന്നൊന്നും വിചാരിക്കണ്ട, പുതിയവരായാലും മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതായത് വേഗം പറന്നു പോകാൻ പറ്റും, ഉയർന്ന സ്ഥിതിയിൽ എടുക്കാൻ പറ്റും. കാരണം ടൂ ലൈറ്റ് എന്ന ബോർഡ് തൂക്കിയിട്ടില്ല എന്ന് ബാബ പറഞ്ഞു, മൂന്നാമത്തെ നമ്പറും ഔട്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഗോൾഡൻ ചാൻസ് ഹെ, അവർക്കും കൂടി ഗോൾഡൻ ചാൻസ് ഉണ്ട്. ലേക്കിൻ ജൽദി മേ ജൽദി ടൂ ലൈറ്റ് കാ ബോർഡ് ലഗാന. അപ്പോൾ ബാബ പറയാണ്, പക്ഷേ എളുപ്പം ചിലപ്പോൾ വേഗത്തിൽ തന്നെ ടൂ ലൈറ്റ് എന്ന ബോർഡ് ചിലപ്പോൾ തൂക്കിക്കളയും. ഇസ്ലിയെ പഹലെ ഹി കർലോ, അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തോ. അതും പറഞ്ഞു, തീവ്ര പുരുഷാർത്ഥം ചെയ്തു. നയെ ജോ പഹലി പർ ആയേ ഹേ വ ഹാത്തുണ്ടാവും. അതുകൊണ്ട് പുതിയ ആത്മാക്കളോട് ബാബ പറഞ്ഞു, ആദ്യമായിട്ട് വന്നവരാരാണോ അവരിലൊന്ന് കൈ ഉയർത്ത്. അച്ഛാ മുബാറക്ക് ഹോ, അവർക്ക് ആശംസകൾ നൽകി. പഹലി ബാരി അപ്നെ ഘർ മധുബൻ മേ പഹുഞ്ച് ഗയേ ഹോ, ആദ്യമായിട്ടാണല്ലോ നിങ്ങളുടെ വീട് മധുബനിലെത്തിയത്. इसलिए बाप दादा और सारा परिवार, चाहे देश वाले चाहे विदेश वाले, सबकी तरह से പദ്മാ ഗുണ മുബാറക് ഹോ. അതുകൊണ്ട് അവർക്ക് ബാബ പറയണ, ദേശത്തിലുള്ളവരും വിദേശത്തിലുള്ളവരും എല്ലാവരിൽ നിന്നും അവർക്ക് പദ്മാഗുണ ആശംസകൾ നേരുന്നു. അതായത് ആദ്യമായിട്ട് മധുബനിലെത്തിയവർക്ക്. अच्छा अभी सेकंड में जिस स्थिति में बाप दादा डायरेक्शन दे उसी स्थिति में सेकंड में पहुंच सकते हो. അതുകൊണ്ട് ബാബ പറയണേ, ഒരു സെക്കൻഡ് കൊണ്ട് ഏത് സ്ഥിതിയാണോ ബാബ ഡയറക്ഷൻ നൽകുന്നത്, ഏത് സ്ഥിതിയിൽ എത്താനാണ് ബാബ ഡയറക്ഷൻ നൽകുന്നത്, ആ സ്ഥിതിയിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്താൻ സാധിക്കണം. കി പുരുഷാർത്ഥമേ സമയം ചലാ ജായേഗ. ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്താൻ പറ്റുമോ? അല്ലാതെ അതിനു വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി സമയം നഷ്ടപ്പെടുത്തുമോ? കൂടുതൽ പരിശ്രമിച്ചിട്ടാണോ ആ സ്ഥിതിയിലെത്തുക? ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്തണം. അബി പ്രാക്ടീസ് ചാഹിയേ സെക്കൻഡ് കീ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് വേണം. സെക്കൻഡ് കൊണ്ട് ബാപ്ദാദ ഏത് സ്ഥിതിയിലാണ് എത്താൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥിതിയിൽ എത്താൻ കഴിയണം. क्योंकि आगे जो फाइनल समय आने वाला है जिसमें पास विथ ऑनर का सर्टिफिकेट मिलना है उसका अभ्यास अभी से करना है. എന്തുകൊണ്ടാണ് ബാബ ആ സെക്കൻഡ് കൊണ്ട് ആ സ്ഥിതിയിലെത്താൻ പറയുന്നത്? കാരണം ഇനി അവസാന സമയം, ഫൈനൽ സമയം എത്താൻ പോവുകയാണ്. ലാസ്റ്റ് സമയം. അതിൽ എന്താകണം? നമ്മൾ പാസ് വിത്ത് ഓണർ ആകണം. ബാബ പറഞ്ഞു പാസ് വിത്ത് ഓണർ ആകണം. ആ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതിനു വേണ്ടി ഇപ്പം നമ്മൾ ഈ അഭ്യാസം ഇപ്പം തന്നെ ചെയ്യണം.
സെക്കൻഡ് കൊണ്ട് ബാപ്ദാദ ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ എത്താൻ സാധിക്കുന്ന അഭ്യാസം. സെക്കൻഡ് മേ ജഹാൻ ചാഹേ ജോ സ്ഥിതി ചാഹിയേ ഉസ് സ്ഥിതി മേ സ്ഥിത് ഹോ ജാओ. ഒരു സെക്കൻഡ് കൊണ്ട് എവിടെ എത്തണം? പരമധാമത്തിലാങ്ക് പരമധാമം സൂക്ഷ്മവദനത്തിലാങ്ക് സൂക്ഷ്മവദനം, അല്ലെങ്കിൽ നമ്മുടെ രാജധാനി. ആ ഒരു സെക്കൻഡ് കൊണ്ട് ഏത് സ്ഥിതിയിലാണോ എത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സെക്കൻഡ് കൊണ്ട് എത്താൻ സാധിക്കണം. ആ സ്ഥിതിയിൽ സ്ഥിതമാകാൻ കഴിയണം. തോ എവർ റെഡി ഹോ ഗയേ? ബാബ ചോദിക്കുകയാണ്, എല്ലാവരും എവർ റെഡിയായോ? റെഡി ആയില്ലേ? പോയിക്കൂടെയും ചോദിക്കുക. അബി പഹലെ 1 സെക്കൻഡ് മേ പുരുഷോത്തം സംഗമയുഗി ശ്രേഷ്ഠ ബ്രാഹ്മണ ഹോ. അപ്പോൾ ബാബ ആ ഒരു സ്ഥിതി നമുക്ക് ഡ്രിൽ ചെയ്യിപ്പിച്ച്, ശരി റെഡിയായല്ലോ, നമുക്ക് ആ ഡ്രിൽ ചെയ്യാം. अभी बाप दादा 1 सेकंड में पुरुषोत्तम संगमयुगी श्रेष्ठ ब्राह्मण हूँ, इस स्थिति में स्थित हो जाओ. ഞാൻ പുരുഷോത്തമ സംഗമയുഗി ശ്രേഷ്ഠ ബ്രാഹ്മണനാകുന്നു. अभी मैं फरिश्ता रूप हूँ डबल लाइट हूँ. ഇപ്പോൾ ഞാൻ ഫരിസ്താ രൂപത്തിൽ ഡബിൾ ലൈറ്റ് ആകുന്നു. अभी विश्व कल्याणकारी बन मनसा द्वारा चारों ओर शक्ति की किरणें देने का अनुभव करो. ഇപ്പോൾ വിശ്വസേവാധാരിയായി മനസ്സിൽ കൂടി 4 ഭാഗത്തും കിരണങ്ങൾ നൽകുന്ന അഭ്യാസം ചെയ്യുക. ऐसे सारे दिन में सेकंड में स्थित हो सकते हैं. ഈ തരത്തിൽ മുഴുവൻ ദിവസവും നിങ്ങൾ സെക്കൻഡ് കൊണ്ട് സ്ഥിതമാകാൻ സാധിക്കും. അപ്പോൾ ആദ്യം ബാബ പറഞ്ഞത് സംഗമയുഗി ബ്രാഹ്മൺ, പിന്നെ ഫരിസ്ത ഡബിൾ ലൈറ്റ് ഫരിസ്ത, പിന്നെ വിശ്വ കല്യാണക്കാരി സ്ഥിതി. ഇസ്കാ അനുഭവ കർത്തേ രഹോ. ഈ ഒരു അനുഭവം ചെയ്തുകൊണ്ട് അപ്പോൾ ബാബ ഇന്ന് പ്രധാനമായിട്ട് അനുഭവി മൂർത്തിയാകാനാണ്. ഈ തരത്തിലാണ് നമ്മൾ അനുഭവം ചെയ്യേണ്ടത്. ക്യോങ്കി അചാനക് കുച്ച് ബി ഹോന ഹേ. എന്തുകൊണ്ടാണ് ബാബ ഇത്തരത്തിൽ നമ്മളോട് ഇത്രയും ബാബ റിപ്പീറ്റായി പറയുന്നത്? കാരണം അചാനക് എന്ത് വേണമെങ്കിലും സംഭവിക്കും. ज़्यादा समय नहीं मिलेगा. നമുക്ക് കൂടുതൽ സമയമൊന്നും ഇനി കിട്ടില്ല. ഹൽച്ചൽ മേ സെക്കൻഡ് മേ അജൽ ബൻ സഖേ. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ആ സ്ഥിതി ആകെ കോലാഹലമായി മാറും. इसका अभ्यास സ്വയം ഹി അപ്നാ സമയ നിക്കാൽ ബീച്ച് മേ കർത്തേ രഹോ. അതുകൊണ്ട് ഈ ഒരു അഭ്യാസം സമയം കിട്ടുമ്പോഴൊക്കെ, മുഴുവൻ ദിവസത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക. इससे मन का कंट्रोल सहज हो जाएगा. അതിനാണത് മനസ്സിൻ്റെ കൺട്രോൾ എളുപ്പമായി മാറും. ഇടയ്ക്കിടയ്ക്ക് ഈ അഭ്യാസം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പരിതസ്ഥിതികളിൽ ഈ ഒരു പ്രാക്ടീസ് പെട്ടെന്ന് നമുക്ക് ആ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ അഭ്യാസത്തിൽ വരാൻ സാധിക്കും. കൺട്രോളിങ് പവർ, ഇപ്പോൾ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് പവർ ഉണ്ടാകും. റൂളിംഗ് പവർ ബടുത്തി ജായേഗി. കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും കൂടുതൽ വർദ്ധിക്കും ചെയ്യും. ഈ ഒരു അഭ്യാസം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അച്ഛാ ചാരും ഓർക്കെ ബച്ചോം കെ പത്ര ബി ബഹുത്ത് ആയേ ഹേ. അപ്പോൾ അന്നത്തെ ദിവസം ബാബയുടെ അടുത്ത് 4 ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ബാബയ്ക്ക് പത്രങ്ങൾ ലെറ്റേഴ്സ് വന്നു. അനുഭവ ബി ബഹുത്തായ അനുഭവങ്ങളുടെ പത്രങ്ങളും ബാബയുടെ അടുത്ത് വന്നു. तो बाप दादा बच्चों को रिटर्न में बहुत बहुत दिल के दुआएं और दिल का याद प्यार पद्मा गुणा दे रहे हैं. അതുകൊണ്ട് അതിന് റിട്ടേൺ ആയിട്ട് ബാപ് ദാദ ഹൃദയത്തിൽ നിന്നും ആശംസകളും സ്നേഹസ്മരണകളും പദ്മാ ഗുണം ആയിട്ട് നൽകിക്കൊണ്ടിരുന്നു. ബാപ് ദാദ ദേഖ് രഹേ ഹേ, ചാരോം ഓർ കെ ബच्चे സുൻ ബി രഹേ ഹേ, ദേഖ് ബി രഹേ ഹേ.
ഇപ്പോൾ ബാബ്ദാദയെ കാണുകയാണ്. 4 ഭാഗത്തുള്ള കുട്ടികൾ ബാബയുടെ മഹാവാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബാബയെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജോ നഹീം ബി ദേഖ് രഹേ ഹേ വോ ബി യാദ് മേ തോ ഹേ. ഇനി ബാബയെ കാണാത്തവർ, ദൂരെ ഇരിക്കുന്നവരും നല്ല ഓർമ്മയിൽ തന്നെയാണ് ഉള്ളത്. സബ്കി ബുദ്ധി ഈ സമയം മധുബൻ മേ ഹി ഹേ. ബാബയുടെ അടുത്തില്ലെങ്കിലും കൂടി, ദൂരെയാണെങ്കിലും കൂടി, എല്ലാവരുടെയും ബുദ്ധി ആ സമയത്ത് മധുബനിൽ തന്നെയായിരുന്നു. तो चारों ओर के हर एक बच्चों को नाम सहित याद प्यार स्वीकार हो. അതുകൊണ്ട് 4 ഭാഗത്തുള്ള എൻ്റെ എല്ലാ കുട്ടികൾക്കും നാമസഹിതം ബാബ പറയാണ് സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും. അപ്പോൾ ബാബ നന്ദി പറയാണ്. സബി സദാ ഉമംഗ് उत्साह के पंगों द्वारा ऊंची स्थिति में उड़ते रहने वाले श्रेष्ठ आत्माओं को സദാ ഉണർവിലും ഉത്സാഹത്തിൻ്റെയും ചിറകിൽ കൂടി, സദാ ഉണർവ് ഉത്സാഹത്തിൻ്റെ ചിറകിൽ കൂടി ഉയർന്ന സ്ഥിതിയിൽ പറന്നു പോകുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് सदा स्नेह में लवलीन रहने वाले समाये हुए बच्चों को, सदा സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക്, ലൗലീനായ ആത്മാക്കൾക്ക് सदा मेहनत मुक्त, समस्या मुक्त, विघ्न मुक्त, योगयुक्त, रासयुक्त बच्चों को, सदा പ്രയാസങ്ങളിൽ നിന്നും മുക്തരായ, പ്രശ്നങ്ങളിൽ നിന്നും മുക്തരായ, വിഘ്നമുക്തരായ, യോഗയുക്തരായ, രഹസ്യയുക്തരായ കുട്ടികൾക്ക് सदा हर परिस्थिति में सेकंड में पास होने वाले, सदा എല്ലാ പരിതസ്ഥിതികളിലും സെക്കൻഡ് കൊണ്ട് പാസ്സാകുന്ന, എല്ലാ പരിതസ്ഥിതികളിലും സെക്കൻഡ് കൊണ്ട് പാസ്സാകുന്ന, ഹർ സമയ സർവശക്തി സ്വരൂപ് രഹനെ വാലെ, എല്ലാ സമയത്തും സർവശക്തി സ്വരൂപരായിരിക്കുന്ന കുട്ടികൾക്ക് മാസ്റ്റർ സർവശക്തിവാൻ ബച്ചോं को, മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾക്ക് ബാപ്ദാദാക്ക യാദ് പ്യാർ ഔർ നമസ്തേ, ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്തേ. ബാപ്ദാദയ്ക്ക് നന്ദി പറയുക. हम सभी बच्चों की बाप दादा को याद प्यार और गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. വരദാനം ഇന്നത്തെ गोल्डन एज्ड स्वभाव द्वारा गोल्डन एज्ड सेवा करने वाले ശ്രേഷ്ഠ പുരുഷാർത്ഥി ഭവ. ഗോൾഡൻ ഏജ്ഡ് സ്വഭാവത്തിലൂടെ, അതായത് സ്വർണിമയുഗ സ്വഭാവത്തിലൂടെ സ്വർണിമയുഗത്തിൻ്റെ സേവനം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഗോൾഡൻ ഏജ്ഡ് സ്വഭാവത്തിലൂടെ ഗോൾഡൻ ഏജ്ഡ് സേവ ചെയ്യുന്ന
ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. അതിൻ്റെ വിശദീകരണം, जिन बच्चों के स्वभाव में ईर्ष्या, सिद्ध और जिद्द के भाव की अथवा किसी भी पुराने संस्कार की अलॉय मिक्स नहीं है, वे है गोल्डन एज्ड स्वभाव वाले. അപ്പോൾ ഗോൾഡൻ ഏജ്ഡ് സ്വഭാവം അതെന്താണെന്നാണ് ബാബ വ്യക്തമാക്കുന്നത്. ഏത് കുട്ടികളുടെ സ്വഭാവത്തിൽ ഈർഷ്യ, അതായത് അസൂയ, പിന്നെ സിദ്ധ ഔർ ജിദ്, അതായത് വാശിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം സിദ്ധമാക്കുന്നുണ്ട്, ഹഠം പിടിച്ചിട്ടുള്ള സ്വഭാവം. അപ്പോൾ ഇതൊന്നും ഈ ഭാവം ആരിലാണോ ഇല്ലാത്തത്, അതായത് ഏതെങ്കിലും പഴയ സംസ്കാരത്തിൻ്റെ അലോയ്, കലർപ്പ് മിക്സാകാത്തത്, കലർപ്പില്ലാത്തത്, പഴയ സ്വഭാവ സംസ്കാരങ്ങൾ മിക്സ് അല്ലാത്തത്. അതായത് ഏത് കുട്ടികളുടെ സ്വഭാവത്തിൽ ഈർഷ്യ, പിന്നെ സിദ്ധ സംസ്കാരം, അല്ലെങ്കിൽ വാശിയുടെ സ്വഭാവം, അല്ലെങ്കിൽ പഴയ സ്വഭാവ സംസ്കാരത്തിൻ്റെ അലോയ് മിക്സാകാത്തത്, വഹ് ഹേ ഗോൾഡൻ ഏജ്ഡ് സ്വഭാവവാലി, അവരാണ് ഗോൾഡൻ ഏജ്ഡ് സ്വഭാവമുള്ളവർ. അതായത് പഴയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈർഷ്യ, ദേഷ്യം, അസൂയ, വാശി, വൈരാഗ്യം, ഇതൊന്നും ഇല്ലാത്തവർ, ഇതൊക്കെയാണ് പഴയ സ്വഭാവ സംസ്കാരം. അപ്പോൾ ഈ മിക്സ് ഇതൊന്നും ഇല്ലാത്തവർ തന്നെയാണ് ഗോൾഡൻ ഏജ്ഡ് സ്വഭാവമുള്ളവർ. ऐसा गोल्डन एज्ड स्वभाव और सदा ഹാഞ്ചി കാ സംസ്കാർ ബനാനെ വാലെ. അപ്പോൾ ആ തരത്തിൽ ഗോൾഡൻ ഏജ്ഡ് സ്വഭാവമുള്ളവരെങ്ങനെയാണ്? അവരിൽ എപ്പോഴും ഹാഞ്ചി, ബാബ എന്താണ് പറയുന്നത്? യെസ് ബാബ, ഹാഞ്ചിയുടെ സ്വഭാവ സംസ്കാരമുള്ളവരായിരിക്കും. वो श्रेष्ठ पुरुषार्थी बच्चे जैसा समय जैसी सेवा वैसे स्वयं को मोल्ड कर റിയൽ ഗോൾഡ് ബൻ ജാത്തെ. ആ തരത്തിൽ സ്വഭാവമുള്ളവർ, അതായത് ഗോൾഡൻ ഏജ്ഡ് സ്വഭാവമുള്ളവർ എന്നും ഹാഞ്ചി, അതായത് ബാബ എന്ത് പറയുന്നു അപ്പോൾ യെസ് ബാബ, ആ തരത്തിലുള്ള ശ്രേഷ്ഠമായ പുരുഷാർത്ഥികൾ ഏത് സമയത്തായാലും ഇനി ഏത് തരത്തിലുള്ള സേവയായാലും അതിനു വേണ്ടി സമയമനുസരിച്ച് സ്വയമിനെ മോൾഡ് ചെയ്യാൻ കഴിയും, മാറ്റാൻ കഴിയും. സ്വയമിനെ മാറ്റം വരുത്തി അവർ റിയൽ ഗോൾഡായി മാറും. ഇപ്പോൾ സമയമനുസരിച്ച്, പരിതസ്ഥിതി അനുസരിച്ച് സേവന എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ മാറ്റം വരുത്താൻ കഴിയണം. അവരാണ് റിയൽ ഗോൾഡ്. നമ്മുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം. सेवा में भी अभिमान व अपमान के अलाय मिक्स ना हो. ഇനി സേവനം ചെയ്യുമ്പോഴായാലും ആ സേവനത്തിൽ അഭിമാനവും പാടില്ല, അപമാനവും. ഇതൊരു കലർപ്പാണ്, മിക്സാവും. അപ്പോൾ ആ സേവയ്ക്ക് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ബാബ പറയുന്ന സേവനത്തിലും കൂടി അഭിമാനവും അപമാനവും മിക്സ് പാടില്ല. ഗോൾഡൻ ഏജ്ഡ് സേവ കർണേ വാലെ, അപ്പോഴാണ് പറയുക തബ് കഹേങ്കെ ഗോൾഡൻ ഏജ്ഡ് സേവ ചെയ്യുന്നവർ. അപ്പോൾ ഈ തരത്തിൽ സേവനത്തിൽ അഭിമാനവും അപമാനവും ഇല്ലാതെ സേവ ചെയ്യുകയാണെങ്കിൽ ആ സേവനത്തിനാണ് പറയുന്നത് ഗോൾഡൻ ഏജ്ഡ് സേവ ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവർ ശ്രേഷ്ഠ പുരുഷാർത്ഥികളായി ഭവിക്കട്ടെ എന്നാണ് ബാബ നൽകിയ വരദാനം. അപ്പോൾ ശ്രേഷ്ഠ പുരുഷാർത്ഥി ആകണമെങ്കിൽ നമ്മുടെ സ്വഭാവം ഗോൾഡൻ ഏജ്ഡ് ആയിരിക്കണം, ഗോൾഡൻ ഏജ്ഡ് സേവയായിരിക്കണം. ഗോൾഡൻ ഏജ്ഡ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവത്തിൽ ഈർഷ്യ, ദേഷ്യം, അസൂയ, അല്ലെങ്കിൽ ജിദ്ദ, ഹഠ സംസ്കാരം ഇതൊന്നും പാടില്ല. അതെല്ലാം പഴയ സ്വഭാവ സംസ്കാരങ്ങളാണ്. ആ മിക്സ് പാടില്ല. പിന്നെ സേവയിൽ എന്താ ബാബ പറഞ്ഞത്? അപമാനവും അഭിമാനത്തിൻ്റെയും കലർപ്പ് ഇല്ല, പാടില്ല. അവരാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥി. സ്ലോഗൻ, ക്യോം ക്യാ കെ പ്രശ്നം കോ സമാപ്ത് കർ സദാ പ്രസന്ന ചിത്ത് രഹോ. അപ്പോൾ പറയണേ എന്തുകൊണ്ട്
ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സമാപ്തമാക്കിയിട്ട് സദാ പ്രസന്ന ചിത്തരാകും. സാധാരണ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആദ്യം ചോദിക്കുക എന്താ ഇങ്ങനെ വന്ന് എന്താ എന്നുള്ള തരത്തിലല്ല. അതുകൊണ്ട് ബാബ പറഞ്ഞാൽ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിർത്തുക, സദാ പ്രസന്ന ചിത്ത്, അതിലെന്തോ നല്ലതുണ്ട് എന്ന് വിചാരിക്കുക. ബാബ പറയില്ല ഓരോ കാര്യത്തിലും കല്യാൺ കി ഭാവന രക്കും, കല്യാണ ഭാവന, നന്മയുണ്ട്, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വന്നത്. പ്രശ്നങ്ങളായാലും ശരി, അത് നമുക്ക് നല്ലതിന് വേണ്ടി വന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോഴേ നമുക്ക് പ്രസന്ന ചിത്തരാകാൻ കഴിയും. ഇനി അവ്യക്ത സൂചന, സഹജയോഗി ബണ്ണാ ഹെ തോ പരമാത്മാ പ്യാർ കെ അനുഭവി ബനോ. സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകാൻ. ലവ്ലീൻ സ്ഥിതി വാലി സമാൻ ആത്മായെ സദാ കെ യോഗി ഹെ. അതായത് ബാബയിൽ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ആത്മാക്കൾ, അതായത് അവരാണ് സമാന ആത്മാക്കൾ, അവർ സദാ യോഗികളാണ്. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ച സ്ഥിതിയിൽ സമാനരായിരിക്കുന്ന ആത്മാക്കൾ സദാ യോഗിയാകുന്നു. യോഗ ലഗാനെ വാലെ നഹീം ലേക്കിൻ योग ഹൈ ഹി ലവ്ലീൻ. അവർക്ക് യോഗത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട, അവർ എപ്പോഴും യോഗത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. അവിടെ പരിശ്രമമില്ല, അവരുടെ സ്വഭാവം അതേ രൂപത്തിൽ തന്നെ ലവ്ലീൻ സ്റ്റേജാണ്. അലഗ് ഹി നഹി ഹെ തോ യാദ് ക്യാ കരേങ്കെ. അതാണ് ആ ബാബയിൽ നിന്നും അവർ ആ സ്നേഹത്തിൽ നിന്നും വേറെയല്ല, വേർപിടുന്നേ ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ഓർമ്മ സദാ അതിൽ തന്നെ ഉണ്ട്. ആ ലവ്ലീൻ സ്ഥിതിയിൽ തന്നെ ബാബയുടെ ഓർമ്മയും കൂടി അടങ്ങിയിരിക്കുകയാണ്. സ്വതഹായാദ്, അതിനാണ് പറയുന്നത് സ്വതവേയുള്ള ഓർമ്മ, നാച്ചുറൽ ഓർമ്മ. ജഹാം സാത്ത് ഹോത്താ ഹെ തോ യാദ് സ്വതഹ ഹോത്തി. അപ്പോൾ എന്നും ബാബ കൂടെയുണ്ട് എങ്കിൽ ആ ഓർമ്മയും കൂടി കൂടെ തന്നെ ഉണ്ട്, ഓർമ്മയും സ്വതവേ ഉണ്ടാവും. तो समान आत्माओं की स्टेज साथ रहने की है, समाये हुए रहने की है. അതുകൊണ്ട് സമാനാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താണ്? അവരെപ്പം ബാബയുടെ കൂടെയുള്ള സ്ഥിതിയായിരിക്കും, അതാണ് അവരുടെ സ്റ്റേജ്. സാത്ത് കൂടെ സമായേ ഹുയേ രഹനെ കി ഹെ, എപ്പോഴും ബാബയിൽ എന്താ പറയുക, ബാബയിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയവും എല്ലാ പരിതസ്ഥിതികളായാലും ശരി, ഏത് സ്ഥിതിയിലും ബാബയിൽ സമായേ ഹുയേ, ബാബയിൽ ലയിച്ചിരിക്കുന്ന സ്റ്റേജായിരിക്കും. അങ്ങനെയാണ് പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവികളുടെ ലക്ഷ്യം, അതാണ്. അപ്പോഴവർക്ക് സഹജയോഗിയാകാനും കഴിയും. അപ്പോൾ ഓം ശാന്തി. ഇന്ന് ബാബ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്നത്തെ വിശേഷം ബാബ സ്നേഹത്തിൻ്റെ വിമാനത്തിലെത്തിയവരെ കൊണ്ടാണ് പറഞ്ഞത് അല്ലേ. വിദേശി കുട്ടികൾക്കുള്ള ഒരു ഫസ്റ്റ് സീസൺ മുരളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബാബയോട് സ്നേഹമാണ്. അതുകൊണ്ട് ബാബയ്ക്കും കുട്ടികളോട് സ്നേഹമുണ്ട്. പക്ഷേ അതിൽ ബാബ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞു ആ സ്നേഹത്തിൽ. അതായത് ഒരു മഹാമന്ത്രം ബാബ നൽകിയത് എന്തേനും സ്നേഹത്തിൽ പെർസെൻറ്റേജ് ഉണ്ടാവാൻ കാരണം, അതുകൊണ്ട് ബാബ ആ പെർസെൻറ്റേജ് മാറ്റാൻ പറഞ്ഞത് ഒരു മഹാമന്ത്രം നൽകി. അഖണ്ഡ മഹാദാനി അല്ലേ, അഖണ്ഡ മഹാദാനി ആകുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രാപ്തി? ബാബ പറഞ്ഞ് ഡബിൾ പ്രാപ്തി. വിഘ്ന വിനാശകരും ആകാം, പിന്നെ സമാധാന സ്വരൂപരുമാകാം. സമസ്യ സ്വരൂപരല്ല, സമാധാന സ്വരൂപരും വിഘ്ന വിനാശകരും ആകും. പിന്നെ ബാബ എന്തൊക്കെയാണ് പറഞ്ഞേ? കൾച്ചർ. നമ്മുടെ ബാബ പറഞ്ഞ് അതായത് വിദേശികളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പല ദേശത്തിൽ നിന്നും 90 ദേശങ്ങളിൽ നിന്നാണ് വന്നത്. പല ദേശങ്ങളിൽ നിന്നും പല സ്വഭാവ സംസ്കാരങ്ങളുള്ളവരാണ്. പക്ഷേ ഒരേ ഒരു ബാബ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ ചന്ദന വൃക്ഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നു, ഒരേ ഒരു ചന്ദന വൃക്ഷത്തിൽ. അപ്പോൾ എല്ലാവരുടെയും കൾച്ചർ ഒരേ ഒരു കൾച്ചർ, അതാണ് ബ്രാഹ്മണ കൾച്ചർ അല്ലേ.
അതെ, പരമാത്മാ സ്നേഹം അത് ബാബ കുറേ പറഞ്ഞല്ലോ എൻ്റെ അകത്ത്. ആത്മിക ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? പരമാത്മാ സ്നേഹം ആത്മീക സ്നേഹമാണ്. പിന്നെ സഹജയാതാണ്. പരമസ്നേഹം ഉണ്ടെങ്കിൽ സഹജമായിട്ട് ഓർമ്മിക്കാൻ കഴിയും. ബാബ വേറെ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ബാബ പറഞ്ഞില്ലേ? ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണിത്? ആത്മീക സ്നേഹമാണ് അല്ലേ? ശുദ്ധമായ സത്യമായ സ്നേഹമാണ്. പിന്നെ പുതിയ ആത്മാക്കളെ അതെ അതെ. അപ്പോൾ ബാബ പറഞ്ഞത് അതാണ് ദുഃഖം. അവരുടെ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു അല്ലേ? നിങ്ങൾ അവരുടെ ദുഃഖത്തിൻ്റെയും അശാന്തിയിലിരിക്കുന്ന ആത്മാക്കളുടെ വിളി കേൾക്കും. നിങ്ങൾ അവരുടെ ഇഷ്ടദേവനും ഇഷ്ടദേവിയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ബാബ മഹാദാനി ആകുന്നത്. അപ്പോൾ ബ്രാഹ്മണരുടെ കാര്യത്തിൽ നിങ്ങൾ മഹാദാനിയല്ല. ആരാണ് നിങ്ങൾ? സഹയോഗി ആത്മാക്കളാണ് അല്ലേ? നിങ്ങളുടെ തന്നെ ഭക്തന്മാർ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കൃപാകരോ ദയാകരോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് മഹാദാനിയായിട്ട് ദാനം നൽകണം. കാരണം നിങ്ങളുടെ അടുത്ത് എന്തെല്ലാം നിധികളുണ്ട്. അഖുട്ട ഖജാന ഹേ. അതെ. പിന്നെ പ്രധാനമായിട്ട് ഇന്ന് ബാബ പറഞ്ഞത് ചെയ്യിപ്പിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ വെറുതെ നിധികൾ ശേഖരിച്ചുകൊണ്ട് കാര്യമില്ല. ബാബ പറഞ്ഞത് നമ്മൾ അനുഭവം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളുടെ അടുത്ത് വരുന്നവർക്ക് അത് വിദേശികളോട് ബാബ പറഞ്ഞ നിങ്ങൾ പല പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എ മിനിറ്റ്, പീസ് ഓഫ് മൈൻഡ്. പക്ഷേ ഇനിയൊരു വലിയ പ്രോഗ്രാം ചെയ്തിട്ട് അതിൽ കൂടി അനുഭവിയാക്കി മാറ്റണമെന്ന്. അനുഭവം ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്കത് മറക്കാൻ കഴിയില്ല. അതെ അതെ അതെ. ജ്ഞാനം കേൾക്കാൻ എളുപ്പമാണ്. ഓർമ്മയുടെ സബ്ജക്റ്റിലും ധാരണ സബ്ജക്റ്റിലെല്ലാം എല്ലാവരും പക്ക. ബാബ പറഞ്ഞ് അതിന് നിങ്ങൾക്ക് എല്ലാ ആശയം. പക്ഷേ ചെയ്യേണ്ടത് ഇതാണ്. എന്തെങ്കിലും അനുഭവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അനുഭവത്തിൻ്റെ സേവനം ചെയ്യും. അപ്പോൾ ബാബ പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാലും പിന്നെ ഒരു സങ്കല്പം. ഇന്ന് മുതൽ നിങ്ങൾ സങ്കല്പം ചെയ്യേണ്ടത് എന്താ പറഞ്ഞേ? എൻ്റെ എല്ലാ സമയവും സങ്കല്പവും വിശ്വസേവയിലേക്ക് വേണ്ടിയാണ്. പക്ഷേ അത് സംടൈംസ് സംതിങ് ആയി മാറാൻ പാടില്ല അല്ലേ? കുറച്ച് മാത്രം അല്ല, ചിലപ്പോൾ മാത്രം ചെയ്യാൻ പാടില്ല. എപ്പോഴും എൻ്റെ സങ്കല്പവും സദാ ആയിരിക്കണം. വിശ്വസേവാ പ്രതിയാണെന്ന് പറഞ്ഞു. അത് എന്നുവെച്ചാൽ വിശ്വസേവ എന്ന് പറയുമ്പോൾ നമ്മുടെ സേവയും കൂടി അതിലടങ്ങി അല്ലേ? അപ്പോൾ അത് നമ്മുടെ സേവയും ഓട്ടോമാറ്റിക്കലി നടക്കും. ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്ത് സമയവും സങ്കല്പവും എല്ലാം കളഞ്ഞു. ഇനി നമ്മുടെ എല്ലാ സമയവും സങ്കല്പവും വിശ്വസേവയിലേക്ക് ആയിരിക്കണം. പിന്നെ ഇനി ബാബ പ്രത്യേകിച്ച് നവീനത കാണാൻ പറഞ്ഞത് അതാണ്, അനുഭവി മൂർത്തിയാകാൻ വേണ്ടി. പിന്നെ ബാബ പ്രത്യേകിച്ച് പുതിയവരോട്. അപ്പോൾ പഴയവർ ശരി, ഇപ്പോഴും ബാബ പറഞ്ഞ് പഴയവരെ ബാബ എല്ലാം അനുഭവിയാക്കിയിട്ട് ഇനി നിങ്ങൾ നടന്നോ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പുരുഷാർത്ഥം നിങ്ങൾ ചെയ്തു. പുതിയ കുട്ടികളോട് ബാബ എന്താ പറഞ്ഞ്? കൊച്ചു കുട്ടികളുടെ ബാബ കൈപിടിച്ച് നടത്തുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ബാബ പറഞ്ഞു? ടു ലേറ്റ് കാ ബോർഡ് നെഹിൻ ലഗായ. അപ്പോൾ തീവ്ര പുരുഷാർത്ഥം ചെയ്തിട്ട് ഫാസ്റ്റായിട്ട് പോകാം. ബാബ ആകെ നമ്പർ ഔട്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ആകെ 2 നമ്പറേ ഔട്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? ബാബയും അമ്മയുടെയും. 3ാമത്തെ നമ്പർ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പുതിയവരായാലും തീവ്ര പുരുഷാർത്ഥം ചെയ്തിട്ട് പാസ്സാകാൻ കഴിയും. പാസ് വിത്ത് ഓണറോടുകൂടി പാസ്സാകാൻ കഴിയും. അത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒന്നിനോട് ഉപമിക്കാൻ കഴിയില്ല. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്, സമുദ്രത്തിൽ എത്ര വെള്ളമുണ്ട്, അത് എണ്ണാനോട് പറ്റില്ലല്ലോ. അത്രയധികം സ്നേഹമാണ് മക്കൾക്ക് ബാബയോട്. അതുകൊണ്ട് ആ സ്നേഹത്തിൽ കൂടിയാണ് ബാബയുടെ അടുത്തെല്ലാവരും എത്തിയിരിക്കുന്നത്.
പിന്നെ സെക്കൻഡ് കൊണ്ട് അനുഭവമൂർത്തിയാകാൻ ബാബ പറഞ്ഞ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ഏത് സ്ഥിതി വേണമെങ്കിലും എത്താൻ കഴിയണം. അതിനു വേണ്ടി കിട്ടുന്ന സമയത്തെല്ലാം പകലായാലും ശരി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് അഭ്യാസം ചെയ്യുക. ഒരു സെക്കൻഡ് കൊണ്ട് ആദ്യം പരമധാമത്തിലാകാം, സൂക്ഷ്മവദനത്തിലാകാം, അല്ലെങ്കിൽ രാജ്യത്തിൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സത്യുഗത്തിലേക്കാവും എത്താൻ സാധിക്കണം. ആ സ്ഥിതിയിൽ സ്ഥിതമാകാൻ കഴിയണം. കാരണം എന്തുകൊണ്ടാണ്, എന്തിനാ ബാബ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്? കാരണം ഇനി സമയം അത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അച്ചാനക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൽ ആ സ്ഥിതിയെ സെക്കൻഡ് കൊണ്ട് ആ സ്ഥിതിയിൽ എത്താൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ എങ്ങനെയാവും അന്തിമ സമയത്ത് പാസ് വിത്ത് ഓണറാകാൻ സാധിക്കുക. അതെ, ശക്തികളുടെയും ഗുണങ്ങളുടെയും എല്ലാം അനുഭവമൂർത്തിയാകണം. അപ്പോഴാണ് പാസ് വിത്ത് ഓണറാകുന്നത്. ശാന്തി. മൂന്നാം തീയതി. അപ്പോൾ നമ്മുടെ ഒരു വിശേഷ പ്രോഗ്രാം നടക്കുകയാണെന്നറിയാലോ. വലിയ മഹാദാനത്തിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ അല്ലേ. രക്തദാനം, മഹാദാനം. അതായത് സോഷ്യൽ വിങ്ങിൻ്റെ ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അത് ഹോൾ ഇന്ത്യയിൽ നടക്കുകയാണ് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ. അപ്പം നമ്മുടെ കണ്ണൂരിൽ നടക്കുന്നത് 22-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെയുള്ള സമയമാണ്. കോളേജ് ഓഫ് കോമേഴ്സിൽ വെച്ചിട്ടാണത് നടക്കുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ. അത് ഇവിടെ മലബാർ ക്യാൻസർ കെയറിലുള്ള അവരാണ് അത് വന്നിട്ട്. ടൈം 9:30 to 1 PM. ഓഗസ്റ്റ് 22 ഫ്രൈഡേ. അപ്പോൾ അവർ ആ സെറ്റപ്പോടു കൂടിയാണ് വരിക. മലബാർ ക്യാൻസർ കെയറിൽ അവരുടെ വാഹനത്തിൽ അതിൻ്റേതായ എല്ലാ സെറ്റപ്പ് ഉണ്ടാവും എന്നാണ് കേട്ടത്. പിന്നെ അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടായിരിക്കും അത് കളക്ഷനും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ മഹാദാനം ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാം. മഹാദാനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. ഇത് കൊടുക്കണമെങ്കിൽ അസുഖമില്ലാത്തവരായിരിക്കണം, മരുന്ന് കഴിക്കുന്നവരാകാൻ പാടില്ല. ഈവൻ ടാറ്റൂ ചെയ്തവരുണ്ടാവും സ്കിന്നിന്, അവരും കൂടി ചെയ്യാൻ പാടില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഫാഷൻ ഉണ്ടല്ലോ ടാറ്റൂ സ്കിന്നിൻ്റെ മേലെ, അവരും പോലും ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ട്. ദാനം ചെയ്യാൻ പാടില്ല. പിന്നെ ബ്ലഡിൻ്റെ അതെല്ലാം ഗ്രൂപ്പെല്ലാം നോക്കിയിട്ട് എടുക്കുന്നവരുണ്ടാവും. അത് ഗ്രൂപ്പ് നോക്കുന്ന നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും തമ്മിലുള്ള ഗ്രൂപ്പ് മാച്ചിങ് ഒക്കെ നടക്കുക. ഇതിപ്പോൾ എല്ലാ ഗ്രൂപ്പും അവർ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ 12.5 മേലെ ഇരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സ്ത്രീകൾക്കും കൊടുക്കാം, പക്ഷേ അവരുടെ ഇത് ശ്രദ്ധിക്കണം. ലാക്ടേറ്റിംഗ് ടൈമിൽ, പ്രഗ്നൻറ്റ് ടൈമിൽ ഒന്നും കൊടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിന് എല്ലാ ആശംസകളും നേരാം അല്ലേ. ഒരു വിശ്വസേവ തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഒരു ഹോൾ ഇന്ത്യയിൽ ഒരേ സമയത്ത് നിൽക്കുന്ന ഇത്രയും വലിയൊരു സേവനം ചിലപ്പോൾ ഇത് വേൾഡ് റെക്കോർഡായിട്ട് മാറുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. ഓം ശാന്തി. कर लो अनुभव प्रभु प्यार का, बाहों में वो बुला रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा।
कर लो अनुभव प्रभु प्यार का, कर लो अनुभव प्रभु प्यार का, कर लो अनुभव प्रभु प्यार का। बाहों में वो बुला रहा, वो करुणा कर दया का सागर, स्नेह में सबको समा रहा, स्नेह में सबको समा रहा। आओ प्रभु शरण आओ, कर लो अनुभव प्रभु प्यार का।